ഇപ്പൊ നമ്മൾ ഫലം പറയുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് തിയറീസ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഒരു 10 സ്റ്റെപ്പുകൾ. ഏത് രാശിയെ കുറിച്ചിട്ടാണോ ഫലം ചിന്തിക്കേണ്ടത്, ആ രാശിക്ക് ഒരു രാശിശീലം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടാവും, അല്ലേ? ഇപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം കൈലാസിന്റെ കേസാണ് എടുത്തത്. അയാളുടെ 7ാം ഭാവത്തെ കുറിച്ചിട്ടാണ് ടോപ്പിക്. വിവാഹം. ഓക്കെ, ഇതാണ് 7ാം ഭാവം, ചിങ്ങൻ രാശി. ഇതാണ് കൈലാസ്. കൈലാസിന്റെ ക്വാളിറ്റി എങ്ങനെയാന്ന് വെച്ചാൽ കുംഭൻ രാശിയുടെ ക്വാളിറ്റിയും അതേപോലെ ആ ലഗ്നാധിപനായിരിക്കുന്ന ശനി ഇരിക്കുന്ന രാശി ഇടവൻ രാശിയുടെ ക്വാളിറ്റിയും. അപ്പൊ കുംഭത്തിന്റെയും പ്ലസ് ഇടവത്തിന്റെയും മിശ്രിതങ്ങളാണ് കൈലാസിന്റെ പ്രാഥമികമായ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ഏറ്റവും കൂടുതലും സ്വാധീനിക്കുന്ന സ്വഭാവങ്ങൾ അല്ലെങ്കിൽ രീതികൾ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ലഗ്നം ആ ലഗ്നത്തിലെ ലഗ്നാധിപൻ എവിടെ നിൽക്കുന്നോ ആ രാശിയുടെ ഫലവും ലഗ്നത്തിന്റെ ഫലവും, അല്ലെ? രണ്ടും കൂടി ചേർന്നിട്ട് ഈ 2 രാശികളിലും കോമൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാരണം. ഇപ്പൊ ഒന്നാമെന്ന് വെച്ചാൽ കുംഭൻ രാശിയെ സംബന്ധിച്ചിടത്തോളം കുംഭൻ രാശിക്കാരന് വിവാഹ ജീവിതത്തിനെ കുറിച്ചിട്ട് എങ്ങനെയായിരിക്കും ഫലം എന്നുള്ളത് പറഞ്ഞാൽ അയാളുടെ നേരത്തെ തന്നെ സാറേ ഇടവൻ രാശിയല്ലേ, മിഥുനമല്ലായിരുന്നോ? ആര്? സൂര്യൻ നിൽക്കുന്ന മിഥുനത്തിലല്ലേ? ആ, അത് ഓക്കെ. ഞാനിപ്പം ലഗ്നത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓ സോറി. ഇപ്പൊ കൈലാസ് ചോദിച്ചോട്ടെ, ഈ പിന്നെ ലഗ്നാധിപൻ നിൽക്കുന്ന രാശിയുടെ ഗുണവും കൂടി നമ്മളപ്പോ ചിന്തിക്കണം, അല്ലേ? ലഗ്നാധിപനല്ല, ഇപ്പൊ ഞാൻ ഈ ലഗ്നം നിൽക്കുന്നേ. ഞാനിപ്പോ സിമ്പിൾ പറയാം. ജയലക്ഷ്മി എന്ന് പറയുന്ന ആള് ജയലക്ഷ്മിയുടെ സ്വന്തം ഓഫീസില് ഇഡലി ബിസിനസ്സിന് ഒരു സ്റ്റീമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അറ്റ് എ ടൈമിൽ 50 ഇഡലി ക്രിയേറ്റ് ചെയ്യുന്നതാണെന്ന് വിചാരിച്ചോളൂ. അത് 20 മിനിറ്റ് കൊണ്ട് പ്രിപ്പയർ ചെയ്യുമെന്ന് വിചാരിച്ചോളൂ. ജയലക്ഷ്മിക്ക് കൈലാസ് എന്ന് പറയുന്ന ആള് ഇഡലിയുടെ ഓർഡർ തരികയാണ്. ഒറ്റ കണ്ടീഷനാണ്, അയാളുടെ ഓഫീസ് അയാളുടെ സ്ഥലത്ത് ചെന്ന് ചെയ്യണം. മെഷീനറീസ് എല്ലാം അയാൾ തരും. അവിടെ ചെന്നു കൈലാസ് 10 മിനിറ്റിൽ ഇഡലി കുക്ക് ചെയ്യുന്ന 100 ഇഡലികൾ പ്രിപ്പയർ ചെയ്യുന്ന ഹൈ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്റ്റീമറും അതിന്റെ മാവും കാര്യങ്ങളും ഒക്കെ തരികയാണ്. മാവിന്റെ വേണ്ട എക്യുപ്മെന്റ്സും മെറ്റീരിയൽസും ഒക്കെ തരികയാണ്. ഒരു ചോദ്യം, ഈ ഇഡലി എന്ന് പറയുന്ന സാധനം വേഗം അധികം ഫാസ്റ്റ് ആയിട്ട് വേവുമ്പോൾ ടൈം എടുത്ത് വേവുമ്പോഴും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവും അതിന്റെ ആ ഒരു ക്വാളിറ്റിക്ക്, അല്ലെ? അതെ. അപ്പൊ ഇയാളുടെ കയ്യിലിരിക്കുന്ന ഹൈ എഫിഷ്യന്റ് കൺട്രോൾഡ് ഹീറ്റ് കൺട്രോൾഡ് അല്ലെങ്കിൽ സ്റ്റീം കൺട്രോൾഡ് ആയിട്ടുള്ള ഡിവൈസ് ആണെങ്കിൽ അതിന്റെ ബാറ്റർ അല്ലെങ്കിൽ ആ മാവ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഒരു കോമ്പിനേഷൻ ജയലക്ഷ്മിയുടെ കയ്യിൽ മാത്രം ഒതുങ്ങുന്നതുമാണെങ്കിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള അടിപൊളി ഇഡലി പ്രിപ്പയർ ചെയ്ത് അവിടെ സെർവ് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ലയോ? അപ്പൊ ഇവിടെ രണ്ടിടത്ത് കോമൺ ആയിട്ട് എന്താ? അവിടെയും ഇഡലി പ്രിപ്പയർ ചെയ്യും, ഇവിടെയും ഇഡലി പ്രിപ്പയർ ചെയ്യും. അവിടെ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പരിചിതമായ ഒരു ഡിവൈസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി അതിന് പകരം ഇഡലി കുട്ടകത്തിലെ ഒരു 100 എണ്ണമാണ് തന്നിരിക്കുന്നത്. ഇഡലി കുട്ടകം 100 എണ്ണം, 10 എണ്ണം വീതമുള്ള 100 ഇഡലി കുട്ടകമാണ് തരുന്നത്. ജയലക്ഷ്മിയുടെ എഫേർട്ട് എങ്ങനെ ഇരിക്കും? എങ്ങനെ വരും? എഫേർട്ട് കൂടും. ഈ പറഞ്ഞ ക്വാളിറ്റി വരണമെന്നില്ല. അപ്പോ ഇവിടെ രണ്ടിടത്തും ഇഡലി പ്രിപ്പറേഷൻ ഉണ്ട്. പക്ഷേ ചെന്ന് നിന്നിടത്തെ ക്വാളിറ്റി എന്താണോ, അവിടുത്തെ ഫെസിലിറ്റി എന്താണോ, അതിനനുസൃതമായി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
ഒരു ഗ്രഹത്തിന് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോ കുംഭൻ രാശിയുടെ സ്വഭാവ ഗുണങ്ങൾ എടുത്തുകൊണ്ട് ഇടവൻ രാശിയിലേക്ക് വന്നു നിന്ന് ഇടവൻ രാശിയുടെ സ്വഭാവത്തിലേക്ക് മാറുന്നൊരവസ്ഥയാണ് ഇവിടെ ലഗ്നാധിപനുള്ളത്. മനസ്സിലായോ? മനസ്സിലായോ? യെസ് യെസ് യെസ്, മനസ്സിലായി. അപ്പൊ നോക്കണം, ഒന്നാം ഭാവം എന്ന് പറയുന്ന കാര്യങ്ങളിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നാലാം ഭാവരാശിയായ ഇടവൻ രാശിയിൽ വരുമ്പോൾ അതിലൂടെ മിക്സപ്പ് ചെയ്ത് പുറത്തു കൊണ്ടുവരും. അതേ സമയത്ത് ഈ ശനി 12ാം ഭാവാധിപനും കൂടിയല്ലയോ? അതെ അതെ. അപ്പൊ അയാൾക്ക് 12ാം ഭാവത്തിന്റെ ചില കുഴപ്പങ്ങളും കൂടി അവിടെ ഉണ്ടാവും. നല്ലതും മോശപ്പെട്ടതും ഉണ്ടാവും. നല്ലതും മോശപ്പെട്ടതും ഉണ്ടാവും. ഇപ്പൊ 12ന്റെ ആളായാലും 1ന്റെ ലഗ്നാധിപനായാലും ഇത് രണ്ടും നിൽക്കുന്നത് 4ാമത്തെ രാശിയിലാണ്, ആണല്ലോ അല്ലെ? അതെ. അപ്പൊ ഈ രീതിയിൽ ഫലത്തെ നമുക്ക് അവലംബിക്കാൻ പറ്റും. അതെങ്ങനെയാണ് പോവുക? കുംഭൻ രാശിയുടെ അധിപൻ, കുംഭൻ രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിനകത്ത് ഈ ലഗ്നാധിപനായിരിക്കുന്ന കുംഭൻ രാശിയുടെ അധിപനായ ശനി ലഗ്നാധിപൻ ഉച്ചമാകുന്നത് തുലാം 9ലാണ്. 9. ഏതാ? അതേപോലെ വിവാഹത്തിന്റെ കാര്യത്തിലെ 7ാം ഭാവാധിപതിയായ രവി അവിടെ നീചമാകും. മനസ്സിലായോ? അപ്പൊ ശനി എന്ന് പറയുന്ന ഗ്രഹം ലഗ്നാധിപന് സൂപ്പർ ആകുന്നിടത്ത് തന്റെ ഭാര്യ 0. ജയലക്ഷ്മി മ്യൂട്ടാക്കണേ. ലഗ്നാധിപനായ ശനി ഉച്ചനാകുന്നിടത്ത് തന്റെ ഭാര്യയ്ക്ക് വില 0. നോക്കണം, സൂര്യൻ ഉച്ചനാകുന്ന ഇടവൻ മേടൻ രാശിയില് ശനി അയാൾക്ക്, അതായത് ഭാര്യയ്ക്ക് ബലമുള്ളിടത്ത് ലഗ്നാധിപന് വില ഇല്ല. മനസ്സിലായോ? സാറേ, അപ്പൊ എന്ത് പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുടുംബജീവിതം, ഭാര്യ ജീവിതം, ഇയാളുടെ വിവാഹ ജീവിതം, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ 7ാം ഭാവം എന്ന് പറയുന്ന രാശിയെ കുറിച്ചല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? അത് ചിങ്ങൻ രാശിയല്ലേ? ചിങ്ങൻ രാശിക്ക് എന്താ പറയുന്നത്? ഇയാളുടെ വിവാഹ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? അപ്പൊ സ്ത്രീ ദ്വേഷി എന്നാ പറഞ്ഞത്. സ്ത്രീ ദ്വേഷി എന്ന് പറഞ്ഞ സ്ത്രീകളോട് വൈരാഗ്യം ഉണ്ടാകുന്നവൻ എന്നാണോ? അവരിൽ നിന്നും അകന്നു നിൽക്കുക. അപ്പൊ നോക്കിയേ, ഇയാളുടെ 7ാം ഭാവമാണ് ഇവിടെ ചിന്തിക്കുന്നത്. ഇതിനെ അവിടെ ബാക്കിലുണ്ട്. വിവാഹം, ഭാര്യ എങ്ങനെ ഇരിക്കും? ഭാര്യയുടെ ക്വാളിറ്റി അല്ലേ 7ാം ഭാവം, വിവാഹ ജീവിതം. അപ്പൊ ഇയാളിൽ നിന്നും അകന്നു നിൽക്കുന്നു. മനസ്സിലായോ? അതിനർത്ഥം ഇല്ല എന്നാണോ? ദുഃഖം അനുഭവിക്കേണ്ടി വരും. അവിടെ ഒരു കുഴപ്പം, ചെറിയ ഒരു കുഴപ്പത്തെ കൊടുക്കുന്നുണ്ട്. വിവാഹം ഉണ്ടാകത്തില്ല എന്ന് പറയുന്നില്ല. ഏതെങ്കിലും വിധത്തിൽ ഒരു വിവാഹ ജീവിതത്തിനകത്ത് ചില പ്രശ്നങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് എന്നേ പറയുന്നുള്ളൂ. അങ്ങനെ പറയുമ്പോ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കുറെ 10 തിയറികളിൽ ഒന്നാമത്തെ തിയറിയാണ് 7ാം ഭാവത്തിന്റെ അധിപതിയായിരിക്കുന്ന ഗ്രഹം ഏത് ഭാവത്തെ കുറിച്ചാണോ നിങ്ങൾ നോക്കുന്നത് ആ ഭാവത്തിനെയും അതിന്റെ രാശിശീലം നമ്മൾ എടുത്തു. അപ്പൊ അവിടെ വിവാഹമുണ്ട്, ചില കുഴപ്പങ്ങൾ കൊണ്ടുവരാം, എക്സ്ട്രാ മാരിയൽ അഫയേഴ്സ് അല്ലെ രഹസ്യ ബന്ധങ്ങൾ, രഹസ്യ സന്താന യോഗം, വിവാഹ ജീവിതം ഇല്ലെങ്കിലും രഹസ്യ സന്താന യോഗം, ഇതൊക്കെ കൊടുക്കുന്ന രാശിയായി 7ാം ഭാവം അല്ലെ?
നമ്മളെ ചിങ്ങൻ രാശി ശീലം പഠിച്ചപ്പോഴേ അതിനകത്ത് രഹസ്യം സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു അതെ, സ്വഭാവം ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അത് ആ, ആ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടാവും. ആ, ഇയാൾ അപ്പം അല്ല. അഗമ്യഗമനത്തിന്റെ രഹസ്യം സൂക്ഷിക്കാനും പറ്റും എന്ന് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? അതെ, തീർച്ചയായിട്ടും ഇവിടെ അതില്ല, അത് നോക്കണ്ട. വെച്ചാല് ലഗ്നാധിപന്റെ രഹസ്യങ്ങളാ, 7ാം ഭാവത്തിന്റെ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല. പുരുഷന്റെ ഒരു ക്വാളിറ്റി മുൻതൂക്കം കിട്ടില്ല. ചിങ്ങൻ രാശിയുടെ സ്വഭാവമാ. ആ രാശിക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവുണ്ട് എന്നേ പറയുന്നുള്ളൂ. അത് ആരായിട്ട് വരുന്നു ഇവിടെ? അപ്പൊ ഇയാളുടെ ഭാര്യ സ്ഥാനമുള്ള ഗ്രഹത്തിനാണ് ആ ക്വാളിറ്റി, ഭാവത്തിനാണ് ആ ക്വാളിറ്റി. അപ്പൊ ഇയാളുടെ 7ാം ഭാവം ഇയാൾക്ക് വിവാഹ ബന്ധങ്ങള്, അങ്ങനെയുള്ള ബന്ധങ്ങളിൽ ഒരു രഹസ്യ സ്വഭാവത്തെ കൊണ്ടുവരാനോ അത് അയാളുടെ ഉള്ളിൽ തന്നെ വെക്കാനോ മറ്റുള്ളവരോട് പറയാതിരിക്കാനോ ഒക്കെ കഴിയും എന്നുള്ളതാണ് അതിനർത്ഥം. മനസ്സിലായോ? Yes, yes. ഇനി അതവിടെ ഉണ്ടെങ്കിലും അത് ഡെലിവറി ചെയ്യണമെങ്കിൽ മിഥുനൻ രാശിയിൽ നിന്നാലേ ഡെലിവറി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിന്ന് ഇതെല്ലാം ഉണ്ട്, ഇത് ബൈ ജനറലി അവിടെ ഉണ്ട്. സാറേ ഇവിടെ കരണ്ടും പോയി, എന്റെ ഫോണും നെറ്റും പോയായിരുന്നു. ആ, ഞാൻ കുഴപ്പമില്ല. മോനെ കൊണ്ട് ചാർജ് ചെയ്യിച്ചതാ. സോറി ശരി, സാറേ, ഡിസ്റ്റർബ് ആയി. ഓക്കെ. അപ്പൊ എന്താ വെച്ചാല് ഇവിടെ 7ാം ഭാവം എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിന് തടസ്സങ്ങൾ, സങ്കടങ്ങൾ, പ്രശ്നങ്ങൾ, ചെറിയ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ തരാൻ തയ്യാറാണ്. എന്നാൽ അത് തരുവോ ഇല്ലയോ എന്നുള്ളതൊക്കെ പറയേണ്ടത് മിഥുനൻ രാശിയാണ്. അപ്പൊ മിഥുനൻ രാശിയിലേക്ക് വന്നപ്പം സ്ത്രീലോല സുരത ഉപചാര കുശല. അപ്പൊ ഇയാളുടെ പങ്കാളി എന്ന് പറയുന്ന ആൾ എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇയാളുടെ പങ്കാളിയുടെ ഭാവം അയാളെ കേട്ടാൻ ഇത്തിരി പാടായിരിക്കാം, ഇച്ചിരി അകന്ന് നിന്നിരിക്കാം, ഇച്ചിരി രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കാം, രാജകീയ പദവിയെ ത്യാഗം സഹിക്കുന്ന വ്യക്തിയായിരിക്കും. ഇതൊക്കെ അവിടെ പറയുന്നുണ്ട്. ഈ ക്വാളിറ്റികളൊക്കെ കൊണ്ടുവന്നിട്ട് മിഥുനൻ രാശിയിൽ വന്നിട്ട് ഈ പറഞ്ഞതിൽ എന്തൊക്കെ മിഥുനൻ രാശി ക്വാളിറ്റി മിഥുനൻ രാശി കൊടുക്കാൻ തയ്യാറാണോ അതെല്ലാം അവിടെ നിൽക്കും. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ശ്രീലോല സുരതോപചാര കുശല ശാമേഷണ ശാസ്ത്രവിദ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് സ്ത്രീലോല എന്ന് പറഞ്ഞപ്പോ അവിടെ എന്താ? സ്ത്രീകളിൽ ലോലമായ പെരുമാറ്റങ്ങൾ, അല്ലെങ്കിൽ ഒരു ആസക്തി എന്നാണ്. ആസക്തി അല്ലത്, സ്ത്രീയോട് ആസക്തി ഇല്ല. സ്ത്രീലോല എന്ന പദത്തിനകത്ത് സ്ത്രീയോട് ആസക്തി പഠിപ്പിച്ചിട്ടില്ല ഞാൻ. അമിതമായ ആസക്തി അങ്ങനെ ഉണ്ടോ കാമക്രീഡകളൊക്കെ? അത് ഞാൻ പഠിപ്പിച്ചിട്ടില്ല. അത് ബുക്കിനകത്തോ അല്ലെങ്കിൽ രാശിശീലത്തിനകത്തോ എഴുതിയിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്ത്രീകളോട് നല്ല രീതിയിൽ കാരുണ്യത്തോടും കരുണയോടും പെരുമാറാനുള്ള കഴിവ് എന്നാണ്. അപ്പൊ ഇയാളുടെ പങ്കാളിയായി വരുന്ന വ്യക്തിക്ക് കാരുണ്യത്തോടും കരുണയോടും പെരുമാറാനുള്ള കഴിവുള്ള വ്യക്തിയായിരിക്കും. സുരത ഉപചാര കുശല. സുരത ഉപചാര കുശല. തന്റെ തന്നോടൊപ്പം വരുന്ന തന്റെ പങ്കാളിയെയോ തന്റെ പങ്കാളിയുടെ വീട്ടുകാരെയോ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ അതിഥികളെയോ നല്ല രീതിയിൽ ഉപചാരപരമായിട്ട് കുശലതയോടുകൂടി, നല്ല രീതിയിൽ ഉപചാര രീതിയോടുകൂടി, അവർക്ക് തന്നെ ഒന്നുമില്ലെങ്കിലും അവർക്കുള്ളതും കൂടി കൊടുത്തിട്ട് അവരെ സന്തോഷിപ്പിക്കാൻ താല്പര്യം കാണിക്കുന്ന ആളായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ? അപ്പൊ നമ്മള് ചിങ്ങം രാശി അതിനേക്കാളും കുറച്ചുകൂടെ മൂല്യം കൊടുക്കണോ മിഥുനൻ രാശിക്കപ്പോ? അതോ രണ്ടിനും പരസ്പരമാണോ? ഞാൻ അതിനല്ലേ മുമ്പേ പറഞ്ഞില്ലേ, ജയലക്ഷ്മിയുടെ ഓഫീസിൽ ഇഡലി പണിയുമ്പോ 50 ഇഡലി 20 മിനിറ്റ് എങ്കിൽ കൈലാസ് തന്ന ഓഫീസിൽ ചെന്നപ്പോഴത്തേന് അതിനേക്കാളും ബെസ്റ്റ് ഇഡലി 10 മിനിറ്റിൽ 100 എണ്ണം ആക്കിയില്ലേ? അപ്പൊ എവിടെ നിൽക്കുന്നു, എവിടെ നിന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. എന്തും കൊണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ എന്തും കൊണ്ടാ വരുന്നത്? ഇഡലി ഉണ്ടാകാൻ അറിയാം എന്നുള്ളത് കൊണ്ടാണ് കൈലാസ് ഓഫർ ചെയ്ത സ്ഥലത്ത് പോയി ജയലക്ഷ്മിക്ക് ഇഡലി ഉണ്ടാക്കാൻ അറിഞ്ഞത്. അതേസമയത്ത് ഇഡലി ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ, ചപ്പാത്തി കഴിക്കാൻ അറിയാമെങ്കിൽ ഇഡലിയുടെ മാവിനെ എടുത്ത് ചപ്പാത്തി പോലല്ലേ കഴിക്കുള്ളൂ. സാധനം പൊളിഞ്ഞു പോവോ നന്നാവുമോ? അത്രേ ഉള്ളൂ. തനിക്ക് എന്തറിയാം, തന്റെ കയ്യിൽ എന്താണുള്ളത്, തനിക്ക് എന്തൊക്കെ സ്വഭാവങ്ങളുണ്ട്, ആ ഗുണദോഷങ്ങളെ കൊണ്ട് എവിടെ ചെന്ന് നിൽക്കുന്നോ
അവിടെ അവന്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള എന്തൊക്കെ അവസരങ്ങൾ നല്ലതുണ്ടോ മോശമുണ്ടോ അത് അവരെടുക്കും. കള്ളത്തരം കാണിക്കാൻ ജന്മനാ വാസനയുള്ള ഒരുവന് അവൻ കള്ളത്തരം കാണിച്ചുകൊണ്ടേയിരിക്കും. എപ്പോ നല്ല കള്ളത്തരം കാണിക്കാൻ അവസരം കിട്ടുന്നിടത്ത് ചെയ്യുവോ ചെയ്യത്തില്ലയോ? ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. അപ്പൊ അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്തെന്ന് വെച്ചാൽ എവിടെയും ഏതൊരവസരത്തിലും തന്റെ ഇൻബോൺ ടാലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും മോഷ്ടിക്കാൻ അറിയാമല്ലോ, എല്ലാവർക്കും മോഷണം എന്ന് പറയുന്ന ക്രിയ ചെയ്യാൻ അറിയാം. ഒരിടത്ത് പൈസ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അത് മോഷ്ടിക്കാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നുന്നു? ഇല്ല. അപ്പൊ മോഷണമായിരിക്കും അറിയാൻ മേലഞ്ഞിട്ടൊന്നുമല്ല, എല്ലാവർക്കും മോഷ്ടിക്കാൻ അറിയാം, എല്ലാവർക്കും മോശപ്പെട്ട കണികൾ ചെയ്യാൻ അറിയാം, ഒരാളെ പറ്റിക്കാൻ അറിയാം, വഞ്ചിക്കാൻ അറിയാം, ചില പക്ഷെ അത് അവൻ ഉപയോഗിക്കുന്നത് എന്താ? അവൻ ചെന്ന് നിൽക്കുന്ന ഇടം സത്യസന്ധ മേഖലയാണ് എങ്കിൽ അവൻ അത് ഉപയോഗിക്കുകയില്ല. മനസ്സിലായില്ലേ? മനസ്സിലായി. ഇതേപോലെ നിങ്ങൾ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ട ഒരു അവിടെ ജയലക്ഷ്മിയുടെ അവിടെ നിന്ന് എന്തൊക്കെയോ സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ഒന്ന് മ്യൂട്ട് ആക്കിയേക്ക്. മഴ പെയ്യുന്നതിന്റെ സാർ. ഒന്ന് മ്യൂട്ട് ആക്കിക്കോളൂ. അപ്പം എന്താണ് ഇവിടെ 7ാം ഭാവാധിപതിയായിരിക്കുന്ന സൂര്യനാണ് അവിടെ അല്ലെ. ആദ്യം തന്നെ പറയണ അധികാര സ്വഭാവമുള്ള ഗ്രഹമാണ്. തന്നെക്കായാലും കുറച്ചും കൂടെ മികച്ച സ്ഥാനമാനങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഗ്രഹമാണ് അല്ലെ. ശനിയെക്കായാലും ഉയർന്ന സ്ഥാനമുള്ള ഗ്രഹമാണ്. അത് ചെന്ന് നിൽക്കുന്നത് മിഥുനൻ രാശിയിലാണ്. നല്ല സ്ഥലത്ത് തന്നെയാണ്, മോശപ്പെട്ട രാശിയല്ല. രാശിയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ. അടുത്തത് 7ാം ഭാവം, വിവാഹ, മഥനലോക, ഭാര്യ ഭർത്തൃ സമാഗമ. നോക്കൂ, മഥനലോക, അടുത്ത വാക്ക് മഥന കാര്യങ്ങൾ, കാമക്രീഡ കാര്യങ്ങളെ, കാമകാര്യങ്ങളും അവരുടെ സ്വകാര്യ കാര്യങ്ങളുടെയും വിഷയങ്ങളെ ചിന്തിക്കുമ്പോൾ അത് മിഥുനൻ രാശിയിൽ നിൽക്കുമ്പോൾ അത് നല്ലതോ മോശമോ? മിഥുനൻ രാശി കാമക്രീഡകളിൽ അല്ലെങ്കിൽ മൈഥുന വിഷയത്തിന് നല്ല രാശിയാണ്. അപ്പൊ എന്താ, ഇവരുടെ വിവാഹ ജീവിതം, സെക്ഷുവൽ ലൈഫ് അതൊക്കെ നല്ല രീതിയിലായിരിക്കുമെന്ന് രാശികൾ പറയുന്നുണ്ട്. ഓക്കെ, ചിങ്ങൻ രാശിക്കാരന് സെക്ഷുവൽ ലൈഫ് കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എങ്ങും. രഹസ്യ സന്താന യോഗം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം സെക്ഷുവൽ ലൈഫ് ഉണ്ട് എന്ന് തന്നെയല്ലേ, അല്ലേ? അതെ. അപ്പൊ സ്വാഭാവികമായി ഇയാൾക്ക് അയാളുടെ ജീവിതത്തിൽ അയാളുടെ പങ്കാളിയോടൊപ്പം അയാളുടെ പങ്കാളിക്ക് അത് അയാളുടെ 7ാം ഭാവമാണ്, അത് നല്ല സ്ഥാനത്ത് നിൽക്കുന്നു. 5ാം ഭാവം എന്ന് പറയുന്ന ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇനി നോക്കേണ്ടത് ഈ 5ാം ഭാവത്തിൽ ഇഷ്ടം, സ്നേഹം, അല്ലെങ്കിൽ വശ്യത, സെക്ഷുവൽ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളുണ്ടോ എന്ന് നോക്കണം. ഇതിനെ ദോഷം ചെയ്യുന്ന കാര്യമുണ്ടോ എന്ന് നോക്കണം. അപ്പൊ ദോഷം ചെയ്യുന്ന കാര്യമുണ്ടെങ്കിൽ ദോഷവും ചെയ്യും, നല്ലത് ചെയ്യുന്ന കാര്യമുണ്ടെങ്കിൽ നല്ലതും ചെയ്യും. ഒരു ഗ്രഹവും, നമ്മളുടെ തിയറി വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എല്ലാവരോടും പറയുന്ന ഒറ്റ പോയിന്റ് ആണ്, ഒരു ഗ്രഹവും നല്ലവനുമല്ല മോശപ്പെട്ടവനുമല്ല. നിങ്ങളിപ്പോ അവിടെ നിന്ന് എന്നെ നോക്കി കാണുന്ന എന്റെ നല്ല വശങ്ങൾ മാത്രമല്ലേ. എന്നെ അടുത്തറിയാവുന്ന ആൾക്കാരിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു മോശവശം എനിക്കുണ്ടാവത്തില്ലേ? എല്ലാവരിലും ഉണ്ടാവത്തില്ലേ ഇത്? തീർച്ചയായിട്ടും ഉണ്ട്. ഏതൊരു ഗ്രഹത്തിനും നല്ലതും മോശവും ഉണ്ട്. ക്ലിയർ? അപ്പോ അവൻ ചെന്ന് നിൽക്കുന്ന സ്ഥാനത്തിൽ നിന്നും അവന് നല്ലതെന്നും മോശമെന്നും തോന്നുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവയെല്ലാം എന്താകും? അനുഭവത്തിൽ കൊണ്ടുവരാൻ എളുപ്പമാകും. അനുഭവത്തിൽ കൊണ്ടുവരാൻ എളുപ്പമാകും. ഓക്കെ, ഇപ്പൊ നമ്മുടെ തിയറി പ്രകാരം നമ്മൾ 10 പോയിന്റുകൾ പഠിച്ചു. 1,
ഏത് ഭാവമാണോ പരിഗണിക്കേണ്ടത് ആ ഭാവം ഒന്നാമത്തത് അല്ലേ? രണ്ടാമത്തത് ഭാവത്തിന്റെ അധീപൻ. ഈ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്, ഒരാൾക്ക് പോലും നിങ്ങൾ പറയുന്ന പോലെ ഭംഗിയായിട്ട് ഫലം വേറെ പറയാൻ കഴിയത്തില്ല. ഭാവം എന്ത്? ചിന്തിക്കുന്ന വിഷയം. ഭാവം എന്നാൽ ഭവിച്ചത്. അത് ആ ഭവിച്ച സ്ഥലത്ത് നിന്നും എടുത്തോണ്ട് പോകുന്നവൻ ഭാവാധിപൻ, അതിന്റെ ഓണർ. ഒറ്റ മിനിറ്റ് വൈദ്യരെ, നമസ്തേ. ആ അടുത്തത് ഭാവത്തിന്റെ അധിപൻ. അപ്പോ ഇവിടെ എങ്ങനെ ഒരു ഉദാഹരണം പറയാം. ജയലക്ഷ്മി എന്ന് പറയുന്നത് ഭാവ അധിപനാണോ ഭാവമാണോ? കർത്താവാണ് ഭാവാധിപൻ. ഒരു പ്രവൃത്തി ചെയ്യേണ്ടവൻ ആരോ അവൻ അധിപൻ. എപ്പോഴും ഓർത്തു, ഒരു ജോലി ചെയ്യുന്നവൻ ആരോ, ഒരു ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ട്. അത് എടുത്തോണ്ട് പോയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ചെലവാക്കണമെങ്കിലോ എവിടെയെങ്കിലും പ്രയോഗിക്കണമെങ്കിലോ ഒന്നുകിൽ അവൻ എവിടെങ്കിലും പോണം, അല്ലെങ്കിൽ ഈ ഭാവം ഉള്ളിടത്ത്. ഇപ്പൊ ദിലീപ് നിതിൻ എന്ന് പറയുന്ന വ്യക്തി എന്റെ ഓഫീസിൽ വന്നിരിക്കുക. ഞാൻ നിതിനോട് പറയാം, നിതിനെ ആ ബുക്ക് ഒന്ന് എടുത്ത് വായിക്കണേ. നിതിൻ ഇവിടെ ഉണ്ടെങ്കിലല്ലേ വായിക്കാൻ പറ്റൂ. ഇപ്പൊ നിതിൻ ഇവിടെ ഇല്ല, ഞാൻ ഇതെന്ത് ചെയ്യണം? ഞാൻ എടുത്ത് വായിക്കണം. ഞാനും ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഇരിക്കുന്ന സാധനം വായിക്കാൻ പറ്റുമോ? അപ്പൊ ഇവിടെ ആരെങ്കിലും എനിക്ക് വേണ്ടി വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യണം. വേണ്ടി വരൂല്ലേ? അപ്പൊ ഇതാണ് ജ്യോതിഷം. അപ്പൊ ഭാവാധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോലി ചെയ്യുന്നവൻ, അത് ഏത് ഗ്രഹം വേണമെങ്കിലും ചെയ്യും. മനസ്സിലായോ? ഭാവം എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് ആണ്. അവിടെ എല്ലാ സാധനവും റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടതും വേണ്ടാത്തതും നല്ലതും മോശവുമായ എല്ലാ സാധനവും പാത്രങ്ങളിലാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് നമുക്ക് 12 ഭാവങ്ങൾ. അപ്പൊ ഭാവം, ഭാവാധിപൻ. അടുത്ത മൂന്നാമത്തെ പോയിന്റ് ആശ്രയം. എഴുതിക്കോ, ആശ്രയം. ആരാശ്രയം? ഭാവാധിപൻ
എവിടെയാണോ പോയി നിൽക്കുന്നത്, ഏത് രാശിയിലാണോ നിൽക്കുന്നത്, അത് ഏത് ഭാവത്തിൽ, ആശ്രയത്തിന് 3 അർത്ഥങ്ങളാ. ഏത് രാശി, ആ രാശി ഏതെങ്കിലും ഒരു ഭാവം കൂടി ആയിരിക്കും അല്ലേ? ഭാവം, മനസ്സിലായോ? ഇവിടെ നമ്മൾ 7ാം ഭാവം എന്ന് പറയുന്ന വിവാഹം എന്ന് പറയുന്ന വിഷയത്തെ, വിവാഹം 7ലുണ്ട് അല്ലേ? അത് എവിടെ പോയി നിൽക്കുന്നത്? എവിടെയാ? മിഥുനം രാശിയില്. അപ്പൊ മിഥുനം രാശിയായി. അത് ഏത് ഭാവമായി? എണ്ണുമ്പോ ലഗ്നത്തിൽ നിന്നും എണ്ണണം. 5ാം ഭാവത്തിലാ. മനസ്സിലായോ? അപ്പൊ സാധനങ്ങൾ കിട്ടിയോ? ഭാവാധിപൻ ഏത് രാശിയിലാണോ നിൽക്കുന്നത്, ഭാവാധിപൻ ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിയുടെ സ്വഭാവം പറയണം. അവൻ നിൽക്കുന്ന ഭാവത്തിന്റെ സ്വഭാവവും പറയണം. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ നോട്ട് നിങ്ങൾ എടുത്ത് കയ്യിൽ വെക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞ് പഠിക്കാൻ പറ്റൂ. വിവാഹ മദനലോക. ഇപ്പം വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അയാളുടെ വിവാഹം, ചിങ്ങൻ രാശിയുടെ സ്വഭാവം എന്തൊക്കെ വിവാഹത്തിനകത്ത്, വിവാഹ ജീവിതത്തിനകത്ത് ബന്ധിപ്പിക്കാൻ പറയുന്നത് പറ്റുമെന്ന് ഞാൻ എഴുതി തന്നിട്ടുണ്ടോ, അതെല്ലാം ഇവിടെ ഉപയോഗിക്കാം. ഈ സാധനം എല്ലാം എടുത്തുകൊണ്ട് മിഥുനൻ രാശിയിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. മിഥുനൻ രാശിയിലാണ് ഇത് വിളമ്പാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സെന്റർ മിഥുനൻ രാശിയാണ്. ആ മിഥുനൻ രാശി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നിൽക്കുന്ന രാശിയാണ് അല്ലേ? പക്ഷെ എന്താ തിരിഞ്ഞും പറഞ്ഞും നിൽക്കുക. ഒരാൾ ഗതയും ഒരാൾ വീണയും പിടിച്ചുകൊണ്ട് പരസ്പരം ഒരുമിച്ച് നിന്നോണ്ട് വൈരുദ്ധ്യം കാണിക്കുന്ന രാശിയാണ്. അപ്പൊ നോക്കണം, ഈ താഴെയുള്ള ചില കുഴപ്പങ്ങൾ മേളിലും അനുഭവിക്കും. അപ്പൊ കുടുംബജീവിതത്തിൽ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ വരുന്ന പങ്കാളി എങ്ങനെയാണ്? ഉപചാര കാര്യങ്ങളിൽ നല്ല വ്യക്തി ആയിരിക്കും, നല്ല കഴിവുള്ള ആളായിരിക്കും, നല്ല ടാലന്റഡ് ആയിരിക്കും. ചിലർ വിളിച്ച് ചോദിക്കും, സാർ എന്റെ ഭാര്യ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് എങ്ങനെ ഇരിക്കും? സിമ്പിൾ, നിങ്ങളുടെ ഭാര്യ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹത്തെ കൊണ്ട് സ്വാധീനിക്കുന്നതാണ്. ആ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം അധികാര സ്വഭാവത്തെ കാണിക്കുന്ന ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഒരല്പം മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാൽ പോലും അയാൾ ചെന്ന് നിൽക്കുന്ന രാശി മിഥുനൻ രാശി ആയതുകൊണ്ട്, മിഥുനൻ രാശിയുടെ പ്രത്യേകത എന്താണ്? വളരെ ബുദ്ധിപരമായി പ്രവർത്തിക്കുന്ന ആളാണ്. നല്ല കാരുണ്യവും കരുണയുമുള്ള വ്യക്തിയായിരിക്കും അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കാം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും. മിഥുനൻ രാശിയുടെ രാശിശീലം എഴുതി വെച്ചവരെന്ന് വായിച്ചേ. ആരെങ്കിലും ഒരാൾ വായിച്ചേ. വായിച്ചു. പ്രമാണം വായിക്കേണ്ട. സ്ത്രീകളെ ബഹുമാനിക്കുകയും കരുതുകയും സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ഓൺലൈൻ കേൾക്കുന്നുണ്ടോ? ഇവിടെ വായിക്കും. സ്ത്രീകളെ ബഹുമാനിക്കുകയും കരുതുകയും സംരക്ഷിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നവർ. എന്നാൽ സഹായം ആവശ്യമില്ലാതെ വരുന്നവരെയും അഹങ്കാരപരമായി നിൽക്കുന്നവരാണ് എന്ന് തോന്നുന്നുവെങ്കിലും മൈൻഡ് ചെയ്യാത്ത രാശിഭാവമാണ്. സുരതോപചാര കുശല. ഐശ്വര്യമുണ്ടാക്കുന്നത്, നല്ലത്, പ്രസവിക്കുക, ഗമിക്കുക, സുശാവ്, പൂജ, അതിശയം, നല്ലതുപോലെ ഭംഗിയുള്ളത്, വിശേഷമായത്, അതിമനോഹരമായത്. സുരതം വലിയ ആനന്ദമുള്ളത്, സംഭോഗം, മൈഥുനം, ഏറ്റവും ദയാലു, ക്രീഡായുക്തമായിട്ടുള്ളത്, ഏറ്റവും താല്പര്യമുള്ളത്. സുരത അനുരുക്തമായത്, ഒരു അപ്സരസ്. സുരതോപചാര തന്റെ മുൻപിൽ വരുന്ന എല്ലാ അതിഥികളെയും ബഹുമാനിച്ച് ആദരിച്ച് അംഗീകരിക്കുന്നു. തന്റെ അതിഥികളെ കൂടുതൽ സൽക്കരിക്കുന്നു.
ആചരണങ്ങളെ അനുഷ്ഠിക്കാൻ കൂടുതൽ താല്പര്യം പ്രകടിക്കുന്നവരായിരിക്കും ഇവർ. ആ കുശല, സമർത്ഥൻ, സാമർഥ്യം, മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി, കൗശലക്കാരൻ, കുശാഗ്ര ബുദ്ധിക്കാരൻ, ഉം, തന്റെ മുന്നിൽ വരുന്നവർ എന്തിനു വരുന്നു എന്ന് നിരീക്ഷിച്ച് മനസ്സിലാക്കുന്നു. ഉം, ശാമേക്ഷണ, ഉം, കറുത്ത കണ്ണുകളോട് കൂടിയ ആള്, ഉം. ആരും കാണാത്ത കാര്യങ്ങളെയും ഒളിഞ്ഞ് ശ്രദ്ധിക്കുന്നയാള്, ഒളിഞ്ഞ് ശ്രദ്ധിക്കുന്നതെന്നല്ല, ആരും കാണാത്ത ഒളിഞ്ഞു ആളിനെ. കിടക്കുന്ന ഉം, കാര്യങ്ങളെയും ഉം, ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയും കണ്ടുപിടിക്കുന്നതിനുള്ള കഴിവുള്ള, ഉം, ഊഹാപോഹങ്ങളിൽ സമർത്ഥനും ഉം. ഗവേഷണ ത്വര ഉള്ളവനും ഉം. ആയിരിക്കും. നോക്കൂ നോക്കൂ നോക്കൂ. ഇപ്പൊ ഇത്രയും വായിച്ച കാര്യത്തിൽ നിന്ന് മനസ്സിലായോ അയാളുടെ ഭാര്യയായിട്ട് വരാൻ പോകുന്ന ആളിന് എന്തൊക്കെ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിരിക്കുന്നത്? മനസ്സിലായോ? ഇനിയും ഇപ്പൊ വായിച്ചത് അയാളുടെ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യന്റെ ക്വാളിറ്റിയാണ്. ആണല്ലോ? ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല എന്ന് പറ. ആണ്. അതെ. കുറച്ചുപേരല്ലേ ഉള്ളൂ. എല്ലാരും മ്യൂട്ട് മാറ്റിക്കോ. സൗണ്ട് ഉള്ളവർ മാത്രം ഓഫ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ചോദിക്കുന്നതിന് കൃത്യമായിട്ട് മറുപടി പറ. അതെ, സൂര്യന്റെ അധികാരം കാണിക്കും. ഏതാ? സൂര്യന്റെ അധികാരം കാണിക്കും. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. സൂര്യന്റെ അധികാരം കാണിക്കും. ഇപ്പൊ നോക്കിയേ, അയാളുടെ 5-ാമത്തെ രാശിയില് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളില് ജ്യോതിഷം എന്ന് പറയുന്ന 5-ാമത്തെ രാശിയല്ലേ? അതെ. അവിടെ സൂര്യൻ എന്ന് പറയുന്ന ഒരു ഗ്രഹം, അത് 7-ാം ഭാവത്തിന്റെ ഒരു ഗ്രഹം, അവിടെ നിന്ന് ഈ ഫലങ്ങൾ കൊടുക്കാൻ, ഇപ്പൊ നമ്മൾ വായിച്ച പ്രമാണ അർത്ഥങ്ങൾ അവിടെ കൊടുക്കാൻ തയ്യാറാണോ? അതെ. ആ രാശി മിഥുനൻ രാശി ആയപ്പോ അത് അവിടെ തന്നെ ഇല്ലേ? ഉണ്ട്. അവിടെയുള്ള ആ കാര്യങ്ങളെ ഡെലിവറി ചെയ്യാൻ, ജ്യോതിഷത്തിൽ പുറത്ത് പ്രകാശിപ്പിച്ചുകൊണ്ട് വരാൻ, ഒളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെ കണ്ടെത്താനുള്ള കഴിവ് കൈലാസിനുണ്ടോ? ഇല്ലയോ? ഉണ്ട്. അപ്പൊ മിഥുനൻ രാശിയുടെ സ്വഭാവമാണ് നമ്മള്. അപ്പൊ നോക്കൂ, മിഥുനൻ രാശിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം 7-ാം ഭാവത്തിനെ സംബന്ധിച്ചിടത്തോളം വിവാഹ മദന ലോക എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിന് ആ സൂര്യന് വെളിച്ചമാണ്. സമൂഹം വെളിച്ചത്തിന്റെ ആളാണ് ഈ രാശികളിൽ. ആണല്ലോ? സൂര്യൻ ഇവിടെ 7-ാം ഭാവത്തെ ബന്ധപ്പെട്ടാൽ വെളിച്ചത്തിന്റെ ആളാണ്. സമൂഹത്തിനെ, മറ്റുള്ളവരെ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അയാൾക്ക് കഴിയും. അയാൾക്ക് ജ്യോതിഷം വഴങ്ങും എന്നും പറയാമല്ലോ. 2, അയാളുടെ പങ്കാളി എങ്ങനെയാ? സമൃദ്ധയായിരിക്കും, മറ്റുള്ളവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നവരായിരിക്കും, ഇതൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? ഇനിയുമായൊരു ദുരിതോപചാര കുശല, ക്ഷാമേക്ഷണ. സാമേക്ഷണ ഇപ്പം പറഞ്ഞു സാറേ. ശാസ്ത്രവിൽ, ആ. ശാസ്ത്രീയമായ ഗവേഷണങ്ങളിലൂടെ കാര്യങ്ങളെ മനസ്സിലാക്കുന്നവർ, അവർ ശാസ്ത്രീയമായി എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കുവാനും പഠിക്കുവാനും ശ്രമിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യുന്നവരെ. ശാസ്ത്രം പിന്നെ അതിന്റെ അർത്ഥമാണ് സാറേ ആജ്ഞ, വേദാംഗം. അർത്ഥങ്ങൾ വായിച്ചില്ലേ വേണ്ടില്ല, ഞാൻ അതിന് ശേഷം കൂട്ടിച്ചേർത്ത് വായിക്കുന്ന വായിച്ചാൽ മതി. പിന്നെ ചാർവാങ്ക, ബഹുവിധ വർണ്ണങ്ങളെയോ ബഹുവിധ ക്വാളിറ്റികളെയോ ഉള്ളവരായിരിക്കും. സാഹചര്യം അനുസരിച്ച് ബഹുവിധ സ്വഭാവം എടുക്കും. ഈ രാശിക്കാർക്ക് പെട്ടെന്ന് സ്വഭാവം മാറുന്നവരായിരിക്കും. ഒരേ സമയത്ത് നോക്കൂ അയാളുടെ 7-ാം ഭാവത്തിന്റെ അധിപതിയായിരിക്കുന്ന സൂര്യൻ ചിങ്ങൻ രാശിയാണ്. ചിങ്ങൻ രാശിക്ക് ആദ്യം പറഞ്ഞ എന്താണ്? സ്ഥിരതി എന്നൊരു പ്രമാണമുണ്ട്. സ്ഥിരമായ ബുദ്ധിയുള്ളവർ എന്നൊരർത്ഥം ഇല്ലേ? സ്ഥിരമായ ബുദ്ധി ഉണ്ടെങ്കിലും നിൽക്കുന്ന രാശിയിൽ പെട്ടെന്ന് എന്താകും? സാഹചര്യം അനുസരിച്ച് അവർ ഇമോഷണലി സ്വഭാവം മാറുന്നവരായിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനർത്ഥം ഇയാളുടെ കൂടെ വരുന്നത് വരെ സ്ഥിരബുദ്ധിയൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒറ്റ ചിന്തയിലൊക്കെ ഉണ്ടായിരിക്കും. വന്നു കഴിയുമ്പോ എങ്ങനെ സാഹചര്യം അനുസരിച്ച് മാറും. അങ്ങനെ ചിന്തിക്കരുതോ? നോക്കണം, അത് അയാളുടെ കുറ്റമല്ല. അങ്ങനെ മാറിയാലേ അതിന്റെ ദുഃഖങ്ങളും സന്തോഷങ്ങളും അയാൾക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, റൈറ്റ്. അടുത്തത്, ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യുന്നതിനും പറയുന്നതിനുള്ള കഴിവ് ഇവർക്കുണ്ടായിരിക്കും. ടാലന്റ് ഉണ്ടായിരിക്കും.
അടുത്തത് പ്രിയവാക്ക് എല്ലാവർക്കും ഇഷ്ടമായ വാക്കുകളെ ഉപയോഗിക്കുന്നവരായിരിക്കും. ഉം, പ്രദക്ഷിണ രുചി ഉം, വളരെ ആഗ്രഹത്തോടെ ഉം. ഭക്ഷണത്തെ കഴിക്കുന്നതിനും മധുരപ്രിയരുമായിരുന്നു. ആ ഒരു മിനിറ്റ്. കൈലാസ് മധുരപ്രിയനാണോ? അതെ സാർ. എന്തുകൊണ്ടാ മധുരപ്രിയനായി പോയത് ഇവിടെ? ഇതിനകത്തില് ഏ ചൂട് ശുക്രൻ പ്രിയമോ തണുത്ത മധുരത്തിനോട് പ്രിയമോ? രണ്ട് ചോദിക്കണമല്ലോ. ചൂടോട് തണുത്തത്. ചൂടോട് കൂടിയതാണ്. ചൂടോട് കൂടിയതാണോ? പായസം പോലെ. എന്നാ പായസം പോലൊക്കെ എന്ന് പറഞ്ഞാൽ അത് പറയാം. തണുത്ത മധുരത്തോട് പ്രിയം. അതെ അതെ. അപ്പൊ തണുത്ത മധുരത്തോട് പ്രിയം ഉണ്ടാവണം ഐസ്ക്രീം, അങ്ങനെയാണോ? ഐസ്ക്രീം ഒക്കെ ഇഷ്ടം. സന്തോഷാ. നമുക്ക് നോക്ക്, മധുരം ഇഷ്ടമാകണമെങ്കിൽ ഇപ്പൊ ഇവിടെ അഞ്ചാമത്തെ മിഥുനൻ രാശിയിൽ ഒരു മധുരം പറയുന്നുണ്ട് അല്ലേ? മധുരപ്രിയമാകാം, മധുരം അതിനോട് പ്രിയമാകാം. അങ്ങനെയെങ്കില് മധുരം എന്ന് പറയുന്നത് ഇങ്ങോട്ട് നോക്കിക്കോ, മിഥുനൻ രാശിയിലാണല്ലോ മധുരം വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു മിഥുനൻ രാശി മധുരം ഇല്ലേ? ഉണ്ടല്ലോ. ഉണ്ട്. അവിടെ പ്രകൃതിദത്തമായ മധുരം ഏത് ഗ്രഹം? ആർട്ടിഫിഷ്യൽ പഞ്ചസാര മധുരം ഏത് ഗ്രഹം? പ്രകൃതിദത്തമായ മധുരം വ്യാഴം. കൃത്രിമമായിട്ടുള്ളത് ശുക്രന്റെ. ഇവിടെ ശുക്രൻ എന്ന് പറയുന്ന ആളാണോ മിഥുനൻ രാശി നിൽക്കുന്നേ? അതെ അതെ ലഗ്നാധിപൻ നിൽക്കുന്നത് ശുക്രന്റെ വീട്ടിലാണോ? അതെ തണുപ്പ് ബലം കൊടുക്കുന്ന ചന്ദ്രൻ ഉച്ചനായി നിൽക്കുന്നിടത്താണോ ലഗ്നാധിപൻ നിൽക്കുന്നേ? അതെ. അപ്പൊ ഏറ്റവും കൂടുതൽ ശുക്രനുമായിട്ട് മധുരത്തിന് ബന്ധം വന്നതും തണുപ്പിന് ബന്ധം വന്നിരിക്കുന്നുണ്ടല്ലോ. എന്നാലും പറയാമല്ലോ, ചില ചൂട് പദാർത്ഥമായ മധുരവും പ്രകൃതിദത്തമായ മധുരവും അയാൾക്ക് കിട്ടും. അയാൾക്ക് അതും ഇഷ്ടമില്ലായ്മയൊന്നും ഇല്ലാന്നും പറയണല്ലോ. അതെ. പറയണ്ടേ? പറയണം. വ്യാഴം നിൽക്കുന്നുണ്ട്, അപ്പൊ മധുരപ്രിയനാകാം. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ പറ്റത്തില്ലേ? ഓക്കെ, അടുത്ത വാര്. അപ്പൊ അത്ര മതി. ഇപ്പൊ ഇതെങ്ങനെയാണ് ബലം ക്ലബ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ? ചിങ്ങൻ രാശിയുടെ ഒന്ന് വാര്. അർത്ഥം വായിക്കണ്ട. കാഴ്ചയിൽ തന്നെ ആ സ്ഥൂലഹനു കാഴ്ചയിൽ തന്നെ അംഗീകാരം ലഭിക്കുന്നവൻ, കൂടുതൽ ആളുകളെ അഭിമുഖീകരിക്കുന്നവൻ. നോക്ക്, ഇയാളുടെ 7ാം ഭാവം. അപ്പൊ ഇയാള് കൂടുതൽ ആൾക്കാരെ അഭിമുഖീകരിക്കത്തില്ലയോ? അഭിമുഖീകരിക്കും. ഉറപ്പായിട്ട് അഭിമുഖീകരിക്കും. എന്നാൽ ലഗ്നാധിപൻ നിൽക്കുന്ന രാശി ഏതാണ്? ലഗ്നാധിപൻ. അപ്പൊ അഭിമുഖീകരിക്കും എന്ന് പറയുമ്പോ എങ്ങനെ അഭിമുഖീകരിക്കും എന്നൊരു ചോദ്യമുണ്ട്. ലഗ്നാധിപനായാണല്ലോ പോയി നീ അഭിമുഖീകരിക്കേണ്ടത് അല്ലേ? അപ്പൊ ലഗ്നായിരിക്കുന്ന ഗ്രഹം ശനിയാണ്. അയാള് നിൽക്കുന്നത് ഇടവൻ രാശിയിലാണ്. ഇടവൻ രാശിയിൽ എന്താ പറയുന്നത്? കാന്ത കേലഗതി പ്രധൂര വധന പൃഷ്ടസ്യ വാർഷാംഗിത ത്യാഗി ക്ലേശസഹ കകുതവാൻ പ്രഭു കന്യാ പ്രജാ ശ്ലേഷ്മള. അപ്പൊ അതൊക്കെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഏറ്റവും കൂടുതലും കുടുംബത്തിന്റെ ഭാരം ചുമക്കേണ്ടി വരും, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടത്തില്ല. ഇതൊക്കെയാണ് ഇടവൻ രാശിയുടെ പ്രത്യേകത. ഇനി വേണ്ടാന്ന് വെച്ചാലും എടുക്കാൻ പോയില്ലേലും അത് വന്ന് പെടലിക്ക് കയറും എന്നുള്ളതാണ് ആ ഇടവൻ രാശിയുടെ പ്രത്യേകത തന്നെ, അല്ലേ? അതെ. അപ്പോ ഉത്തരവാദിത്വത്തിൽ നിന്ന് മുങ്ങാൻ പറ്റുമോ? പറ്റത്തില്ല. ഇല്ല. ഉറപ്പായിട്ടും എന്ത് വരും?
ഉത്തരവാദിത്തങ്ങൾ കാന്ത കേലഗതി നല്ല നല്ല പ്രത്യേക ഇയാളുടെ പെരുമാറ്റങ്ങളും ഇയാളുടെ കാര്യങ്ങളും ഇയാളുടെ പ്രവർത്തനങ്ങളും എല്ലാം മറ്റുള്ളവയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിരിക്കും കൂടി പറയണം. കേലഗതി വിശേഷമായ നടപ്പാത്, അതായത് ഇയാളുടെ പോക്കും വരവുകളും ഒക്കെ മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും എന്നാ പറയാ. അപ്പൊ അതെങ്ങനെ ത്രികോണ എന്ന് നടന്നു പോകുന്നോ പറയുന്നത് എന്റെ അർത്ഥം ആണോ? അല്ലല്ലോ. അയാള് കൈകാര്യം ചെയ്യുന്നതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇവൻ എവിടുന്ന് വരുന്നടാ എന്ന് മറ്റുള്ളവർ ചുരുക്കി പറഞ്ഞ് ചോദിക്കും. ചെറുക്കനെ കണ്ണടിക്കും. ഉറപ്പായിട്ടും കേലഗതി അയാളെ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടും. എന്ന് വെച്ചാൽ പ്രമദ പ്രിയ എന്നൊരു പ്രമാണം ഉണ്ട് ഇടവൻ രാശിക്ക്. പെൺകുട്ടികൾക്കൊക്കെ വല്ലാണ്ട് ഇഷ്ടപ്പെടും അയാളെ. അത് വെച്ചാൽ ഇങ്ങനെ ഇയാള് വെറുതെ വീട്ടിൽ ഇരുന്നാ മതി, വണ്ടി വിളിച്ചു വന്നോളും. ചേട്ടാ എന്താണ് വിശേഷം ചോദിച്ചു പറക്കി വരും. അത് ഇടവൻ രാശിക്ക് മാത്രമുള്ള ക്വാളിറ്റിയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളെ കൊടുക്കും. അപ്പൊ കുംഭൻ രാശിയാ. കുംഭൻ രാശിയുടെ പ്രമാണം നമ്മൾ പഠിച്ചില്ല. കരപകള നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നല്ലോ അല്ലെ? ഒട്ടകത്തിന്റെ പോലെ നീണ്ട കഴുത്തുള്ള ആള്. കൈലാസിന്റെ കഴുത്തല്ല നീളത്തിലുള്ള അല്ലെ? അത്യാവശ്യം നീളത്തിലുള്ള. ഒട്ടകത്തിന്റെ കഴുത്ത് പോലെ നീണ്ട കഴുത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടകത്തിന്റെ കഴുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകത എന്താ വെച്ചാല് ഒന്നുമില്ല, ധാരാളം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന അതിനർത്ഥം. ആ ധാരാളം സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോ എങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാന്ന് അറിയോ? ഒരു കാര്യത്തെ വലുതാക്കി പറയുക. മനസ്സിലാകുന്നുണ്ടോ? അതിന് നമ്മൾ പറയും ഗമ പറയുക എന്ന് പറയും. ഗമ പറയുക എന്ന് പറയുമ്പോ എങ്ങനെ ഗമ പറയുന്നത്? ഒരാള് പറയും സച്ചിൻ ടെണ്ടുൽക്കറിന്റെ സച്ചിൻ ടെണ്ടുൽക്കർ വന്ന ഒരു സ്റ്റേജിന്റെ അടുത്ത് ചെന്നു. കൂട്ടുകാരൻ വിളിക്കും, എടാ നീ എവിടെ? ഇല്ലടിയാ, ഞാൻ നമ്മുടെ സ്റ്റേഡിയത്തിന്റെ അടുത്ത് ഇവിടുന്ന് സച്ചിൻ വരുന്നല്ലോ, ഭയങ്കര തിരക്കാണ്. സ്റ്റേജിന്റെ സരി കൂടെ പോയിട്ടുണ്ടാവുള്ളൂ, അത് കയറാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. ഓ നീ സച്ചിനെ കണ്ടോ? ആ ഇപ്പം വരും, അത് നല്ല തിരക്കല്ലേ, എന്ത് ചെയ്യാനാ, പുള്ളിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നമ്മളെ കൊണ്ടുപോകാവുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഞാൻ അവിടെ ചെന്നപ്പോ ഫോട്ടോ എടുക്കും, സച്ചിന്റെ കൂടെ നിന്ന് കൈ ഇങ്ങനെ കൊടുത്ത് ഫോട്ടോ എടുത്ത്, എന്താന്ന് അറിഞ്ഞുകൂടാ ഫോട്ടോ കിട്ടുന്നില്ല എന്ന് പറഞ്ഞത്. ഇതിന് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇമേജ് കൊടുക്കാണ്. കുംഭൻ രാശി ഒടിഞ്ഞ കുടമാണ്. കയ്യിലൊന്നും ഇല്ല എന്നുള്ളത് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഈ പുറത്തു നിന്ന് നോക്കുന്നതിന് ഈ കുടം കൊണ്ട് ചെന്ന് പറയാം, അവൻ കുടം കൊണ്ട് പോവാ, അതിനകത്ത് മൊത്തം സ്വർണ്ണക്കിഴിയാണ്. അപ്പം ലവന്മാരിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ പതുക്കെ കൈലാസ് ഈ എന്റെ അമ്മോ ഇതിനെന്തൊരു വെയിറ്റ് എന്ന് പറഞ്ഞേച്ച് പോകും. പക്ഷെ അതിനകത്ത് ഒന്നും ഇല്ല എന്നുള്ളത് ആർക്കറിയാം? അപ്പം കൈലാസ് എപ്പോഴും വലിയ സമ്പന്നനായിരിക്കും, വലിയ സംഭവം എന്തൊക്കെയോ വലിയ സംഭവമായിരിക്കുന്നതായിരിക്കും പുറമെ നിന്ന് നോക്കുന്നവര് വിചാരിക്കുക. സംസാരത്തിലൊരു ഗുമ്മുണ്ടായിരിക്കും അല്ലേ? ഗുമ്മല്ല, സംസാരത്തിൽ ഗുമ്മ വരണമെങ്കിൽ അയാളുടെ രണ്ടാം ഭാവം ഇവിടെ നോക്കൂ. രണ്ടാം ഭാവം വ്യാഴമാണ്. എപ്പോഴും കുംഭൻ രാശിക്ക് വാക്സ്ഥാനം രണ്ടാം ഭാവം നല്ലത് തന്നെയാണ്. ആ വ്യാഴം വാക്കുകൾ നല്ല രീതിയിൽ തന്നെ ശുക്രന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. വ്യാഴവും ശുക്രനും സംബന്ധപ്പെട്ടിട്ടുണ്ട്, പക്ഷെ രാശി കൊണ്ട് മാത്രമേ സംബന്ധപ്പെട്ടിട്ടുള്ളൂ. ഒരുമിച്ച് നിൽക്കുന്നില്ല, ഒരുമിച്ച് കൂടിയിട്ടില്ല. എന്നിരുന്നാൽ പോലും വാക്കുകളും സംബന്ധമൊക്കെ ഇഷ്ടമുണ്ട്. പക്ഷെ ഉറപ്പായിട്ടും ഈ ജന്മനാലുള്ള ഒരു വാസന അയാളെ ഇൻബോണായിട്ട് ജനിച്ചപ്പോഴേ അയാളുടെ കയ്യിലുണ്ട്. എന്ത് ഒരു തള്ളി മറിച്ച് വെക്കണം എന്നുള്ള ഒരു ഇമേജ്. അത് ഇടവൻ രാശിയിൽ പോയി നിൽക്കുമ്പോൾ കഷ്ടപ്പാടുകൾ വളരെ രീതിയിൽ, അത് ഇടവൻ രാശി കാന്ത കേലഗതി പ്രദൂരവദന പൃഷ്ടാസ്യ പാർശ്വാങ്കിത ത്യാഗി ക്ലേശസഹ. ത്യാഗം സഹിക്കുന്നതും ക്ലേശം സഹിക്കുന്ന കാര്യങ്ങളെ വേണമെങ്കിൽ ഒന്ന് ഗമയാക്കി പറയാം. സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ഗമയാക്കിയിട്ട് പറയാം. ഇതൊക്കെയാണ് സംഭവിക്കാം. ഇപ്പൊ കൈലാസിന് 23 വയസ്സോ 22 എത്ര വയസ്സ് തന്നെ? 24 വയസ്സ് കഴിഞ്ഞു. 24. അപ്പൊ ഗമ പറയാനുള്ള ടൈമൊക്കെ ആയി. ഉണ്ട് സാറേ. കേട്ടില്ല? അത്യാവശ്യം ഉണ്ട്. കൈലാസിന് 25 വയസ്സാവാറായി. 24 വയസ്സും 10 മാസവും 2 ദിവസവും കണ്ടായി. അതാണ് 25 വയസ്സാവാറായി. അപ്പൊ കൈലാസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ക്വാളിറ്റികളൊക്കെ കൊണ്ടുവരാൻ കഴിവുള്ള ആളല്ലേ ഞങ്ങൾ? അതെ. ഇതൊക്കെ ഇല്ലേ?
ഉണ്ട്. ആണ് നമ്മുടെ ഗ്രൂപ്പിൽ വളരെ കുഴപ്പമില്ലാത്ത എന്താ പറയാ വളരെ കംഫർട്ടായിട്ട് നിന്നിട്ട് ചോദിക്കുന്നതിന് ഉത്തരം മാത്രം തരുമ്പോൾ നമ്മൾ അയ്യോ ഈ പയ്യനാണോ ഗമ പറയുന്നത്, അയ്യോ പാവം സാറിന്റെ നാട്ടിൽ ശരിയാവത്തില്ല, ഇയാൾ ഇങ്ങനെയാണോ പറയുന്നത്, അപവാദം പറയരുത് എന്നൊക്കെ നമുക്ക് ചിന്തിച്ചു പോകും. പക്ഷെ റിയാലിറ്റി എന്താണ്? ആ രാശി അതാണ് കൊടുത്തിരിക്കുന്നത്. ഈ ക്വാളിറ്റിയാണ്. അയാൾ ത്യാഗം സഹിക്കും, ക്ലേശങ്ങൾ സഹിക്കും, ഉത്തരവാദിത്തങ്ങൾ എടുക്കും, അതെല്ലാം ചെയ്യും, മുന്നോട്ട് കൊണ്ടുപോകും. മനസ്സിലായില്ലേ? രക്ഷപ്പെടും. അപ്പൊ ഇതേ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ബലം പറഞ്ഞു പോയാൽ പോരെ? അപ്പൊ എന്താണ് അതിന് വേണ്ടത്? ഓരോ രാശിയുടെയും ഫലങ്ങൾ നിങ്ങൾ കണ്ടുപഠിക്കണം. ഓരോ ഫലങ്ങൾ കഴിഞ്ഞ രാശി നിങ്ങളിപ്പോ ഇതിനകത്ത് എനിക്ക് ഇയാളുടെ നോട്ട് കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എല്ലാവരും അർത്ഥം എഴുതിയിട്ടുണ്ട്. ഇതെന്താണ് ഈ വാക്ക് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എഴുതിയിട്ടില്ല. ചിലടത്ത് പ്രിന്റഡ് നോട്ട് ഇനിയും ലഭ്യമാണോ? പ്രിന്റഡ് നോട്ട് വേറെ വരുന്നുണ്ട് സാർ. ഈ രാശിശീലത്തിന്റെ പ്രിന്റഡ് നോട്ട് ഞാൻ ഇൻക്ലൂഡ് ഇതുവരെ ആക്കിയിട്ടില്ല. അതുകൂടെ നോക്കിയാൽ നന്നായിരുന്നേനെ. കുഴപ്പമില്ല. കഴിഞ്ഞ വർഷത്തെ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് തരാം. നാളെ മുതൽ നിങ്ങൾക്ക് ഓരോന്നോരോന്ന് തരാം. മേടൻ രാശി നാളെ അപ്ലോഡ് ചെയ്യാം, ഇട്ട് തരാം. എല്ലാവരും അത് എടുത്തിട്ട് അതിൽ പറയുന്ന കണ്ടന്റ് അതേപോലെ നോട്ടാക്കണം. അതായത് അതിൽ ചിലപ്പോൾ ഇങ്ങനെ പദാനുപത അർത്ഥങ്ങളൊക്കെ ചിലയിടത്ത് മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ, ബാക്കി ഇങ്ങനെ പറയും. ഇപ്പൊ പ്രിയ മാംസ കാനനഹ ഇവിടെ കണ്ട ഈ രഹസ്യ ഇടപാടുകൾ സൂക്ഷിക്കുവാനുള്ള കഴിവ് എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ഇപ്പോ അതെന്താണ്, അത് ഏത് വിധത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ ഫലങ്ങളെ ചിന്തിക്കാമെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ ആ അർത്ഥങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, എഴുതി രാശിശീലത്തിന്റെ നോട്ടാക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങൾ പലതും പോകും. പക്ഷെ ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം ഇവിടെ നിങ്ങൾ സൂക്ഷിക്കണം, ഉപയോഗിക്കണം. എന്ന് വെച്ചാൽ പലയിടത്തും പല രീതിയിലുള്ള അർത്ഥപ്രയോഗങ്ങൾ നമുക്ക് നടത്തേണ്ടി വരും. അടുത്തത് ഇപ്പോ രാശി അത് ഭാവം വന്നു, ഭാവാധിപൻ വന്നു. അടുത്തത് ആശ്രയമാണ് അല്ലേ? അതെ. അപ്പൊ രാശി ഭാവാധിപൻ, ഭാവം, ഭാവാധിപൻ, ആശ്രയം. ഇനിയും ഇവിടെ നാലാമത് ഈ ആശ്രയം രണ്ട് വിധത്തിലുണ്ട്. ഭാവാധിപൻ എവിടെ പോയി നിൽക്കുന്നു എന്നുള്ള ആശ്രയവുമുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന ഭാവത്തിൽ ഏതെങ്കിലും ഗ്രഹം നിൽക്കുന്നുണ്ടോ എന്നുമുണ്ട്. മനസ്സിലായോ? അപ്പോ അതിന് രണ്ട് രീതിയിൽ എടുക്കാം. ആശ്രയം എന്നുള്ളതിന്റെ കൂട്ടത്തിൽ നിങ്ങളിപ്പം ഭാവാധിപൻ എവിടെ പോയി നിൽക്കുന്നു എന്നുള്ളതല്ലേ എടുത്തത്? അതിന് ദീപ ആശ്രയം ഇങ്ങനെയാക്കാം. ഭാവാധിപ ആശ്രയം എന്നാക്കാം. മനസ്സിലായോ? വെറും ആശ്രയം എന്ന് പറഞ്ഞാൽ, വെറും ആശ്രയം എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്ന ഭാവം ഏതാണോ, ഇവിടെ 7 ആയിരുന്നു, അയാള് ആ ഭാവത്തിൽ ആരേലും ഉണ്ടോ എന്നുള്ളതാണ്. ഇവിടെ ആരും ഇല്ലല്ലോ. ഇല്ല. അടുത്തത് 5ാമത് ബലം. ആശ്രയം 3 ആശ്രയത്തിലെ 3ാമത്തെ ആശ്രയം എഴുതിയായിരുന്നു. 2 ആശ്രയമേ ഉള്ളൂ. 4ാമതും ആശ്രയം തന്നെ. 3ാമത്തേതിനെ ഭാവാധിപ ആശ്രയമെന്ന് ഉപയോഗിച്ചോളുക. ആ ഭാവത്തിന്റെ അധിപൻ എവിടെ പോയി നിൽക്കുന്നു. 4ാമത്തെ ആശ്രയം, അതായത് ചിന്തിക്കുന്ന ഭാവത്തിൽ ആരെങ്കിലും ഉണ്ടോ.
ചിന്തിക്കുന്ന ഭാവത്തിൽ ആരെങ്കിലും ഉണ്ടോ? Clear? അടുത്തത് ബലം. ബലം എന്ന് വെച്ചാൽ സ്വക്ഷേത്രം, മൂലക്ഷേത്രം, ഉച്ചക്ഷേത്രം, സ്വക്ഷേത്രം, മൂലക്ഷേത്രം, ഉച്ചക്ഷേത്രം, ഉച്ചം, നീചം, അംശകബലം, ഇവയൊക്കെയാണ്. ഇപ്പൊ നോക്കിയേ, ഇവിടെ ഏത് അധിപനെ കുറിച്ചാ പറഞ്ഞേ? രവി. 7ാം ഭാവത്തിന്റെ അധിപനായ രവി നിൽക്കുന്നത് മിഥുനൻ രാശിയില. ഉച്ചമാണോ നീചമാണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല. ഇല്ല. ഉച്ചമല്ല, നീചമല്ല, സ്വക്ഷേത്രത്തിലും അല്ല, മൂലത്രികോണത്തിലും അല്ല. അല്ലേ? അംശകത്തിൽ സൂര്യൻ എവിടെയാ നിൽക്കുന്നത്? ലഗ്നത്തിലാ വന്നേക്കുന്നത്. അല്ലേ? ലഗ്നത്തിലാ. അതും ഉച്ചസ്ഥാനമോ നീചസ്ഥാനമോ ഒന്നും അല്ലല്ലോ. അല്ല. ഇവിടെ ഉണ്ടപ്പ, നിങ്ങൾ കണ്ടിട്ടില്ല? ഇതാ ഇവിടാണ് അംശകത്തിൽ സൂര്യൻ. കുംഭൻ രാശിയിലുണ്ട്. കണ്ട അപ്പൊ എവിടെയാ? അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ, അതവിടെ വിട്ടു. ഇത്രയും കാര്യങ്ങളെ നോക്കുകയാണ് ആ ബലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഒരു സംശയം ചോദിക്കട്ടെ. ആ ഈ അംശകത്തിലെയും രാശിയിലെയും ലഗ്നം രണ്ടായിട്ട് വരുന്നത് അതെന്താ അങ്ങനെ വരുന്നത്? കേട്ടില്ല. അംശകത്തില് രാശിയിലും ലഗ്നം രണ്ടായിട്ട് വരുന്നത്. ഇപ്പൊ അംശകത്തിൽ മീനൻ രാശിയാണല്ലോ ലഗ്നമായിട്ട് വരുന്നത്. രാശിയിൽ കുംഭൻ രാശി. ആ അതെന്താണെന്നാണോ ചോദ്യം? അതെ. സംഭവം നവാംശവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളായിരിക്കും. രാശി എന്താണ്, നവാംശകം എന്താണ്? നവാംശകാം ബലം മുഖ്യം, അംശകാരാം ബലം എന്നൊരു പ്രമാണമുണ്ട്. അംശകമാണ് ബലത്തെ പരിഗണിക്കുന്നത്. എങ്ങനെ? അടിസ്ഥാനപരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 7ാം ഭാവത്തിന്റെ അധിപനില് ആ ഭാവത്തിലാണല്ലോ വിവാഹം ഉള്ളത്. ഈ വിവാഹത്തിന്റെ ഏതൊരു വ്യക്തിക്കും വിവാഹം എന്ന് പറയുന്ന സാധനം വെച്ചിരിക്കുന്ന 7ലാ. അത് എവിടെ പോയി നിൽക്കുന്ന? മിഥുനൻ രാശിയിൽ പോയി നിൽക്കുക അല്ലേ? അതേപോലെ ബലം എന്ന് പറയുന്ന, അപ്പൊ അയാൾക്ക് ഒരു സാമാന്യ ബലമാണ്. അത് കൂടാതെ ഈ മിഥുനൻ രാശിയുടെ ബലത്തിന് സൂര്യൻ മിഥുനൻ രാശിയിലെ ഫലങ്ങൾ കൊടുക്കുമ്പം 2ാം പക്കത്തിൽ അംശകത്തിൽ വന്ന് കുംഭൻ രാശിയിലും കൂടിയുള്ള ഫലം കൊടുക്കും. മനസ്സിലായോ? ഇനി അംശകം കൊണ്ട് ഒരു ബലം എങ്ങനെയാണ് കണക്കാക്കുന്നത് വെച്ചാൽ, ഒരു വിഷയത്തെ ഡെലിവർ ചെയ്യാൻ, അതായത് ഒരാൾക്ക് കൊണ്ട് കൊടുക്കാൻ അവസാനം ആർക്ക് കഴിയുമെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അംശകത്തിലാണ്. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു തരാം. അപ്പോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വിവാഹം. ഇവിടെ ഇപ്പൊ 7ാം ഭാവാധിപനായിരിക്കുന്ന സൂര്യൻ ലഗ്നത്തിൽ വന്ന് അംശിച്ചിരിക്കുമല്ലയോ? കുംഭൻ രാശിയിൽ അംശിച്ചിരിക്കുമല്ലയോ? ആ ആണല്ലോ, അല്ലേ? അതെ. അപ്പൊ ഇവിടെ നോക്കണ്ടേ, എന്താണ് മനസ്സിലാക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, അയാളുടെ പങ്കാളിയെ വേറെ ആരും ഒന്നും മെനക്കെടണ്ട, അയാൾ കണ്ടുപിടിച്ചോളും എന്നാണ്. എന്താ കൈലാസേ? ഇതുവരെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല സാർ. തലേന്നാ മുട്ടന്നോട്ടിരിക്കുന്നത്. ഇന്ന് മുതൽ ചിന്തിക്കട്ടെ സാറേ. ചിന്തിക്കുന്ന സമയമാവണ്ടേ? കൊടുക്കണ്ട. വഴി കളിച്ചു. അപ്പൊ എന്ത് പറ്റും?
സ്വയം കണ്ടുപിടിച്ചോളും. അച്ഛനും അമ്മയൊന്നും മെനക്കെടേണ്ടി വരൂല എന്ന്. ആട്ടെ, അവര് കണ്ടുപിടിക്കുമെന്ന് തോന്നുന്നു അതോ നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുമെന്ന് തോന്നുന്നു? കൈലാസ് പറ. ഇതുവരെ കണ്ടുപിടിച്ചില്ല എന്നുള്ളതല്ലേ ഉള്ളൂ. സ്വയം കണ്ടുപിടിക്കാനാണ് സാധ്യത. അതെ. പല വീശിയിട്ടുണ്ട്. സ്വയം കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോ ആരും പ്രേമിക്കുകയാണെന്ന് ചിന്തിച്ച് കളഞ്ഞേക്കരുത്. അപ്പൊ പ്രേമം തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. കണ്ടു, ഇഷ്ടപ്പെട്ടു, ഓക്കെ, വീട്ടിൽ പോയി ചോദിച്ചു, മാന്യമായിട്ട് കെട്ടി, ഇതൊക്കെ അതിന്റെ വേറെ വഴിയാണ്. മനസ്സിലായില്ലേ? സ്വയം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വേറെ. മറ്റേ പിശാരടി പറയുന്നുണ്ടല്ലോ ഒരു സിനിമ, മറ്റേ കോമഡി ഷോയ്ക്കകത്ത്, വിവാഹത്തിന് ശേഷമാണ് ശരിക്കും പ്രേമം തുടങ്ങിയതെന്ന്. അപ്പൊ നിങ്ങൾ വിവാഹത്തിന് ശേഷം പ്രേമം തുടങ്ങിയത്? അതെ. എന്നിട്ട് അവസാനം അവളത് കണ്ടുപിടിച്ച് പിന്നെ ഞാനത് നിർത്തി. മനസ്സിലായില്ലേ? അപ്പോ നമ്മളിവിടെ നോക്ക്, ഈ അടിസ്ഥാനപരമായിട്ട് അയാളുടെ ഇനി ഈ അംശകം കൊണ്ട് എന്ന്, എപ്പോൾ, ഏത് സമയത്ത്. ഇപ്പൊ 6-ാം ഭാവാധിപന്റെ ദശയാണ്, 6-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിന്റെ ദശ ആയതുകൊണ്ട് അയാൾക്ക് വരുമാനം കിട്ടും എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. നിർബന്ധം വല്ലതും ഉണ്ടോ? അത് കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാനായിട്ട് നമുക്ക് അംശം സഹായിക്കും. മനസ്സിലായോ? ഇതിപ്പോ രാഹു വർഗോത്തമം ചെയ്തിരിക്കുക, 6-ൽ തന്നെ വർഗോത്തമം ചെയ്യുമ്പോ ആര് സഹായിച്ചില്ലെങ്കിൽ ജോലി കിട്ടും, അയാൾ പണിയെടുക്കും. ക്ലിയർ ആയോ? അടുത്തത് ബലം എഴുതി. അടുത്തത് ദൃഷ്ടി. ദൃഷ്ടി 6-ാമത്തെ പോയിന്റ്. ദൃഷ്ടി. ഇപ്പോ നോക്കണം, 7-ാം ഭാവത്തിന്റെ അധിപതിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്, അല്ലേ? അപ്പൊ ഏത് ഭാവത്തെ കുറിച്ചോ ഏത് വിഷയത്തെ കുറിച്ചോ പറയുന്നു, ആ ഭാവത്തിലേക്കും ആ ഭാവത്തിന്റെ അധിപനെയും ഏതെങ്കിലും ഗ്രഹം ദൃഷ്ടി ചെയ്യുന്നു, ആ ഭാവാധിപൻ ഏതെങ്കിലും ഗ്രഹത്തെ ദൃഷ്ടി ചെയ്യുന്നു, ഏതെങ്കിലും ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളത് പരിഗണിക്കണം. അപ്പൊ ഇവിടെ നോക്കി, സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹമാണ്. സൂര്യൻ നിൽക്കുന്നത് 5-ലാണ്. ആ സൂര്യനെ ഏതെങ്കിലും ഗ്രഹം ദൃഷ്ടി ചെയ്യുന്നുണ്ടോ ഈ പ്രശ്നത്തില്? ദൃഷ്ടി അപ്പൊ എന്താണെന്നറിയാമല്ലോ, അല്ലെ? അപ്പൊ സാർ എവിടെയോ പഠിപ്പിച്ച് എന്തരോ കേട്ട പോലെ ഒരു തോന്നല്. എന്തോന്നത് ദൃഷ്ടി? നോക്കുക. അത് വാക്കിന്റെ അർത്ഥമല്ല. ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ആ നോക്കുന്നിടത്തോട്ട് ഒരു ഇഷ്ടം. ഓക്കെ, നോക്കുന്നിടത്തോട്ട് ഇത് കൊള്ളാലോ, സംഭവം കൊള്ളാലോ എന്ന് പറയുന്നില്ല. നമ്മളിങ്ങനെ നടന്നു പോവാണ്, നല്ല നിരന്ന് ഒരു എന്താ പറയാ, ഒരു ഫുഡിന്റെ ഒത്തിരി ഫുഡ് കൗണ്ടറുകൾ ഇങ്ങനെ ഇരിക്കാം. ഇതെന്തൊക്കെ സാധനമാടാ ഇത്, കൊള്ളാലോ, കാശില്ലെങ്കിലും ഇത് കൊള്ള കിട്ടിയിരുന്നെങ്കിലും ഒരു താല്പര്യം തോന്നത്തില്ലയോ? അപ്പൊ അതിനെയാണ് അങ്ങോട്ടൊരു ആകർഷണമാണ്, അവിടോട്ടൊരു ഒരു സ്വാധീനം, ഒരു ഇഷ്ടം. ദൃഷ്ടിദോഷവും ദൃഷ്ടിദോഷവും ഇതൊക്കെ തന്നെയാണ്. നോക്കിയാൽ അമിതമായ ആഗ്രഹത്തോടുകൂടിയുള്ള നോട്ടം കൊണ്ട്, അമിതമായ ആഗ്രഹം മാത്രമല്ല, അതെനിക്കില്ലല്ലോ എന്നുള്ള സ്ഥാപത്തോടു കൂടിയുള്ള നോട്ടവും ബാധിക്കാം. അയ്യോ, അവനതങ്ങ് കിട്ടി, ഓഹോ, അതൊക്കെ നല്ല സൂപ്പറായിട്ടേക്കും. ദോഷങ്ങളിലെ ഏറ്റവും ഭീകര ദോഷം കർമ്മം കൂടാത്രമൊക്കെ പിന്നെ സ്പോട്ട് എഫക്ട് ചെയ്യും. ദൃഷ്ടിദോഷം ഇമ്മീഡിയറ്റ്ലി എഫക്ട് ചെയ്യും. നല്ല ദൃഷ്ടിദോഷം ബാധിച്ചവരെ പെട്ടെന്ന് അറിയാൻ പറ്റും, അവർക്ക് വിശപ്പങ്ങ് പോകും. അവരുടെ വിശപ്പങ്ങ് പോകും. കഴിക്കാൻ വിശന്നാലും ചെന്നിരുന്ന് കഴിക്കാൻ പറ്റത്തില്ല. ആശുപത്രി ചെല്ലുമ്പോൾ ഒരു രോഗമില്ലെന്ന് പറയും. ഇതൊക്കെ മാറാൻ അതൊരു അഞ്ച് മന്ത്രങ്ങൾ ചൊല്ലി 5 സാധനം ചേർത്ത് കത്തിച്ച് കളഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അണ്ടാവിനകത്തിരുന്ന് ചോറ് തിന്നും. വിശന്നിട്ടല്ല, അന്നേരം ഉറപ്പായിട്ട് കഴിക്കാൻ തോന്നുന്നു. അന്നേരം എത്രയോ കേസുകളുണ്ടെന്നറിയും.
അനുഭവങ്ങൾ നല്ല തുരുതുരായിട്ട് കിട്ടിയിരിക്കുന്ന എത്ര കേസുകൾ മിക്കപ്പോഴും കാണും. ദൃഷ്ടിദോഷം ഭീകരമായിട്ട് പോയിട്ട് കിട്ടും. അത് കിട്ടിയാൽ അത് ഇതാണ് അതിന്റെ ഫസ്റ്റ് ഫ്രെയിം. കൊച്ചുങ്ങള് ഒരു കാര്യമില്ലാതെ കടന്ന് വിശക്കുന്നല്ല, അവര് കഴിക്കാൻ ചാപ്പാട് എടുത്തു കഴിഞ്ഞാൽ കഴിക്കൂല, തള്ളിക്കളയും, തട്ടിമാറ്റും, എന്നിട്ട് കിടന്ന് കരച്ചിലായിരിക്കും. ഇതൊക്കെയാണ് ദൃഷ്ടിദോഷത്തിന്റെ മറ്റൊരു അവസ്ഥ. എനിവേ അതെല്ലാം പോട്ടെ. അടുത്തത് ദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ മനസ്സിലായല്ലോ. ഇവിടെ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് 7ന്റെ ആളാണ്, 5-ലാണ് നിൽക്കുന്നത്. ഏത് ഭാവത്തിലോട്ട് നോക്കി? 11. 11ലേക്ക് നോക്കി. മോശപ്പെട്ടിടത്തേക്ക് വല്ലതും ആണോ നോക്കിയത്? അല്ല. ആണോ? അല്ല. അല്ല. നമുക്ക് നോക്കാം. ദൃഷ്ടി. ഓക്കെ, ഇനി അടുത്തത് 7-മത്തത്. 7-മത്തെ പോയിന്റ് കാരകൻ. കാരകൻ 7-ാം ഭാവത്തെ അയാളുടെ വിവാഹ ജീവിതത്തെ കുറിച്ചാണ് ചിന്തിച്ചത്. പുരുഷനാണോ സ്ത്രീയാണോ കൈലാസ്? പുരുഷൻ. അപ്പൊ 7-ാം ഭാവം വിവാഹം. അയാൾക്ക് കാരകനാരാണ്? വിവാഹ ജീവിതത്തിന്റെ അയാളുടെ ഭാര്യയുടെ കാരകൻ ആരാണ്? ശുക്രൻ. അപ്പൊ ആ ശുക്രൻ നിൽക്കുന്നത് എവിടെയാണ്? 5. 7-ാം ഭാവാധിപന്റെ കൂടെ അല്ലേ? അതെ. അതെ. സൂപ്പർ അല്ലേ? അപ്പൊ ഇവന്റെ നിപ്പ് എവിടെയാണ്? നടപ്പ് എവിടെയാണ്? ആരുടെ കൂടെ നിൽക്കുന്നു? ഇതൊക്കെയാണ് അടുത്ത പോയിന്റ്. അതിനകത്ത് കാരകൻ. ഇതെടുക്കുക. ഇത് ഇത്രയും സാധനമുണ്ട്. ഇനി 3 ഉണ്ട്. അത് ഞാൻ നിങ്ങൾ ഇത്രയും അവലംബിച്ചതിന് ശേഷം മാത്രമേ പറയുള്ളൂ. ഇത് ഇത്രയും എടുത്ത് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോഴാണ് ഞാൻ അത് നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരിക. അപ്പൊ ഇതിന് കാരകന്റെ ഒന്നുകൂടി പറയോ? ഏത് വിഷയത്തെ, ഏത് ഭാവത്തെ കുറിച്ച് ചിന്തിക്കുന്നു ആ ഭാവത്തിന്റെ കാരകനെ പരിഗണിക്കണം. അയാൾ നിൽക്കുന്നത് എവിടെ, നല്ല സ്ഥലത്താണോ മോശപ്പെട്ട സ്ഥലത്താണോ എന്നുള്ളത് പരിഗണിക്കണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? യെസ്. അപ്പൊ നോക്കിയേ, ഇവിടെ 7-ാം ഭാവാധിപനും കാരകനും ഒരു വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് അല്ലേ? അല്ലയോ? ഒരു വീട്ടിൽ തന്നെ നിൽക്കുന്നത് അത് നല്ലതല്ലേ? നോക്കൂ, വിവാഹത്തിന്റെ ഗുണം കൊടുക്കേണ്ടവൻ വിവാഹത്തിന്റെ ഭാവാധിപനുമായിട്ട് നോക്കണം. ഭാവത്തിൽ 25% പവർ ഉണ്ടാവും. ഭാവത്തിൽ 25%. അത് ഇരിക്കുന്ന ഏത് രാശി ചെല്ലുന്നോ അവിടെ ചെല്ലുമ്പോൾ അത് 50% പണിയെടുക്കും. 50 ഉള്ളൂ. ഇത് ആ 50%-നെ വീണ്ടും ഗുണമാക്കാൻ 75%-ലേക്ക് എത്തിക്കണമെങ്കിൽ കാരകൻ നിൽക്കണം, കാരകൻ സപ്പോർട്ട് ചെയ്യണം. മനസ്സിലായോ? ഇപ്പൊ സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ പച്ചക്കറിയും സാമ്പാർ പൊടിയും ഒക്കെ വേണം. ഉപ്പ് മാത്രമില്ലെങ്കിലോ? ഇനി സിമ്പിൾ, സാമ്പാർ ഉണ്ടാക്കുക. സാമ്പാറിന്റെ കാരകൻ ആരായിരിക്കും? സാമ്പാർ പൊടി ഇല്ലെങ്കിൽ സാമ്പാർ ആവുമോ? ആവോ? ഇല്ല. അപ്പം ബാക്കി എല്ലാ സാധനവും ഉണ്ട്, സാമ്പാർ പൊടിയില്ല. സാമ്പാർ പൊടി ഉണ്ട് സാറേ, കടയിൽ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സാമ്പാർ ആവുമോ? സാമ്പാർ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ ബാക്കി എല്ലാ പ്രോസസ്സും ചെയ്താൽ ആവുമോ? യെസ്. അപ്പൊ കാരകൻ എന്ന് പറയുന്ന ആള് വളരെ പവർഫുൾ ആണ്. അയാള് വേണം. മനസ്സിലായേ? ഇതേപോലെ വിവാഹ ജീവിതത്തിനായിക്കോട്ടെ, ധനത്തിനായിക്കോട്ടെ, സന്താനത്തിനായിക്കോട്ടെ, എല്ലാത്തിനും നിങ്ങൾ ഓരോരോ കാരകന്മാരെ പഠിച്ചോ പഠിച്ചില്ലയോ? പഠിച്ചു.
പഠിച്ചു. ഇതിനെല്ലാത്തിനും ഓരോ ഭാവത്തെയും പഠിച്ചു. അപ്പൊ 7-ാം ഭാവം വിവാഹം, 7-ാം ഭാവവും ഭാവാധിപനും കാരകനും. എന്തൊക്കെയാ? 7-ാം ഭാവവും ഭാവാധിപനും കാരകനും ലഗ്നാധിപനും ഉള്ള ബന്ധം എഴുതി വെച്ചോ, റൂൾ എഴുതി വെച്ചോ. പിന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത്. ഏത് ഭാവത്തെ കുറിച്ച് ഇപ്പൊ ഇവിടെ 7 7. 7-ാം ഭാവവും 7-ാം ഭാവവും ഭാവാധിപനും ഭാവാധിപനും 7-ാം ഭാവവും ഭാവാധിപനും ഭാവകാരകനും, ഭാവത്തിന്റെ കാരകനും. ലഗ്നാധിപനും അഥവാ ലഗ്നവും തമ്മിലുള്ള ബന്ധം ബന്ധം തമ്മിലുള്ള ബന്ധം എത്രമാത്രം ദൃഢമാണോ, ബലം കൂടുന്നോ, ഗുണമാണോ ബലം കൂടുന്നോ അതിന്റെ ഗുണദോഷഫലങ്ങൾ, അതിന്റെ ഗുണദോഷഫലങ്ങൾ പൂർണ്ണമായും ഗുണദോഷ ഫലങ്ങൾ പൂർണ്ണമായും അനുഭവിക്കും. മനസ്സിലായോ? ഇതാണ് ഒരു തിയറിയുടെ ബേസിക് പോയിന്റ്. ആരുടെയും ഒരാളുടെ ജാതകം കൂടി നമുക്ക് അതും കൂടി എടുത്തിട്ട് ഒരു ഉദാഹരണം കൂടി തന്നിട്ട് പോകാം. സാറേ എൻ്റെ കയ്യിലൊരു ഗ്രഹനില കിട്ടിയായിരുന്നു. കിട്ടിയത് കൊണ്ടായില്ല ജേഷെ, അജേഷിന് നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയുടെ ജാതകമാണോ എന്നുള്ളതാണ് പോയിന്റ്. അറിയാവുന്ന അയാളുടെ പേരിൽ ഉത്തരം പറയരുത്. അയാളുടെ പേരിൽ ഭൂമി ഉണ്ടോ, അയാൾ കല്യാണം കഴിച്ചോ, അയാൾ എപ്പം കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ അവരെപ്പം കല്യാണം കഴിച്ചു, കല്യാണം കഴിച്ച ഡേറ്റ്, കുട്ടികളുണ്ടോ, ഇതൊക്കെ അറിയാമോ? വിവാഹം കഴിച്ച ഡേറ്റ് അറിയത്തില്ല. 2 വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച ഡേറ്റ് അറിയത്തില്ലല്ലോ. ഇല്ല. അപ്പൊ പിന്നെ അതിൽ അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും നടന്ന ഡേറ്റ് ഈവന്റ് അറിയണം. അജേഷിന്റെ ജാതകം ഉണ്ടോ? എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് തരാം. ജാതകമായിട്ടൊന്നും എഴുതിയിട്ടില്ല. ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒക്കെ ഉണ്ടോ? അതുണ്ട്. കല്യാണം കഴിച്ചല്ലേ? കല്യാണം കഴിഞ്ഞു. സാറേ എന്റെ തരാം. നോക്കാം അജേഷിന്റെ ആദ്യമേ. എന്റെ 13/10 1977. സമയം 5:30 AM. ജനിച്ച സ്ഥലം കൊല്ലം. കൊല്ലത്തെവിടെ? കൊല്ലം പിന്നെ പ്രാക്കുളം പ്രാക്കുളം എന്ന് പറഞ്ഞ ടൗണിൽ നിന്ന് എന്ത് ദൂരം? 7 കിലോമീറ്റർ. ഓക്കെ. ഞങ്ങൾ ഇത്ര ആശ്രയിക്കാം. വണ്ടി പോരുത് വേണ്ട.
ആ അത്ര അടുത്താണ്. ഇന്ന് ഇപ്പൊ മിക്കവാറും അവിടെ നേരിട്ട് അടി ഉണ്ടാവും. സാറേ ഞങ്ങൾ ഇനി സിറ്റ് ചെയ്യാം, ഇത് കുറെ അങ്ങ് പോണം. ഓക്കെ ഓക്കെ ഓക്കെ. അത് ഗ്രാമപ്രദേശമാണ് സാറേ. ഓക്കെ. ബുധൻ ശുക്രനെയും ചന്ദ്രൻ ശനിയെയും ശനി ചന്ദ്രനെയും നോർമൽ ഡെലിവറി ആയിരുന്നല്ലേ? സാറേ നോർമൽ ഡെലിവറി ആയിരുന്നോ? നോർമൽ. വീട്ടിലായിരുന്നു, വീട്ടില്, ഹോസ്പിറ്റലല്ല. ഓക്കെ, നോക്കാം. നമ്മുടെ അജേഷിന്റെ ജാതകാണ്. അജേഷിന്റെ ജാതകത്തില് വിവാഹം 7ാം ഭാവം. ആരാണ് വിവാഹത്തെ കൊണ്ടുവരുന്ന ഗ്രഹം ആരാണെന്ന് പറഞ്ഞേ? ചോദിക്കുന്ന ഒരാൾ പറയണേ. കൃഷ്ണദാസ് സാർ പറ. ഇവിടെ വിവാഹത്തെ ചിന്തിക്കുന്ന രാശി ഏതാണ്? പോരട്ടെ? മീനം. മീനല്ല മീനം. സ്റ്റക്കായ മീനോ? അല്ല മീനം. അധിപൻ ആരാണ്? വ്യാഴം. നോക്കൂ, വ്യാഴം നിൽക്കുന്നത് ആരുടെ വീട്ടിലാ? ബുധന്റെ വീട്ടിൽ. ബുധന്റെ വീട്ടിലാ. അജേഷ്, താങ്കളുടെ ശ്രീമതി 7ാം ഭാവം ഭാര്യ മറ്റുള്ളവരെ പരിചരിക്കുന്ന കാര്യത്തിൽ മോശപ്പെട്ടയാളോ നല്ലയാളോ? നല്ലയാളാ. താങ്കളെ പരിചരിക്കുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ ചോദിച്ചില്ല. എല്ലാരെയും നല്ലപോലെ പരിചരിക്കും. അവർക്ക് കഴിക്കാനിരിക്കുന്ന ഫുഡും കൂടി മറ്റുള്ളവർക്ക് കൊടുത്താലും തൃപ്തിപ്പെടുത്തണം എന്ന് ചിന്തിക്കുന്ന സ്വഭാവക്കാരിയാണോ? അതെ അതെ. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു വെച്ച റൂളാണത്, അല്ലേ? അതെ. ഇപ്പൊ നമ്മള് കൈലാസിന്റെ പഠിച്ചപ്പോ 7ാം ഭാവാധിപൻ മിഥുനൻ രാശിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെയും 7ാം ഭാവാധിപൻ മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നത്. അടുത്തത് അപ്പം വ്യാഴം എന്ന് പറയുന്ന ആള് നിൽക്കുന്നത് 7ാം ഭാവത്തിന്, നമ്മളിപ്പം പഠിച്ച റൂൾ ഇങ്ങോട്ട് എടുത്തോളുക. ഭാവം വന്നു, അവിടെ അതിന്റെ അധിപനും ഗുരുവും വന്നു, അല്ലെ? ഭാവത്തിൽ ഒരു ഗ്രഹം നിൽക്കുന്നുണ്ട്, ഒരു ശിഖി എന്ന് പറഞ്ഞ ഒരാൾ വേറെ നിൽക്കുന്നുണ്ട്, അല്ലേ? അതെ അതെ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ശിഖിക്കും ഇദ്ദേഹത്തിന്റെ വിവാഹത്തിനകത്തൊരു ബന്ധം ഉണ്ടാവുമല്ലോ. അടുത്തത് ചെന്ന് നിൽക്കുന്നത് ആരുടെ വീട്ടിലാണ്? ബുധന്റെ വീട്ടിലാണ്. അപ്പം ബുധൻ അറിയാതെ ഇദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ പറ്റുമോ? പറ്റൂല. നോക്ക്, 7ാം ഭാവാധിപനായിരിക്കുന്ന വ്യാഴം അംശകം ചെയ്തത് ആരുടെ വീട്ടിലാ? ശനിയുടെ വീട്ടിലാ. ഈ 7ാം ഭാവത്ത് നിൽക്കുന്ന കേതുവും അവിടെ ചെന്നങ്ങ് അംശിച്ചില്ലയോ? അതെ അതെ. അപ്പൊ നോക്കിയേ, ബുധനെ കൂടാതെ ശനിക്കും അയാളുടെ വിവാഹത്തിനൊരു ബന്ധമുണ്ടല്ലോ. ഉണ്ട്. ഇനി നോക്കണം, ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹവും കൂടി അവിടെ വന്ന് നിൽക്കുന്ന അംശത്തിലുണ്ട്. ഇനി 7ാം ഭാവാധിപൻ നിൽക്കുന്ന ആരുടെ വീട്ടിലാ? ബുധന്റെ വീട്ടിൽ. വിവാഹത്തിന്റെ ഭാര്യയുടെ കാരകനാരാ? ശുക്രൻ നിൽക്കുന്നത് എവിടെയാ? ലഗ്നത്തിലാ. നോക്കിയേ, ബുധന്റെ കൂടെ തന്നെയാ, അല്ലേ? ഒറ്റ ചോദ്യം, 7ാം ഭാവാധിപനും
ഭാര്യയുടെ കാരകനും ലഗ്നാധിപനും ഇവിടെ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഉണ്ട്. 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 അപ്പൊ അയാൾക്ക് വിവാഹം, അയാൾക്ക് ഭാര്യ ഉണ്ട്, പങ്കാളി ഉണ്ടെന്ന് പറയണമല്ലോ. ഉണ്ടാവും, വിവാഹയോഗമുള്ള ആളല്ലേ. പക്ഷേ ഈ ശുക്രൻ എന്ന് പറയുന്ന ആള് ഭാര്യയുടെ കാരകനാണ് അല്ലേ? അതെ. അതെ. അയാള് ലഗ്നത്തിൽ ബലം എന്താണ്? അവിടെ എന്ത് ബലത്തിലാ നിൽക്കുന്നത്? അവിടെ നീചം. നീചമായ ബലമാണ്. അപ്പം ഈ ഭാര്യയുടെ സന്തോഷം, ഭാര്യയുടെ ഗുണം, ഭാര്യയെ കൊണ്ടുള്ള സന്തോഷം, തൃപ്തി എന്നൊക്കെ പറയുന്നത് ആ വ്യക്തിക്ക്, ലഗ്നാധിപന് ഒരല്പം നീച ബലത്തെ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ? കൊടുക്കുന്നുണ്ട്. ഇങ്ങനൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും 7ാം ഭാവാധിപൻ ചെന്നിരിക്കുന്ന ബുധന്റെ വീട്ടിൽ തന്നെയാ ഈ ശുക്രനും നിൽക്കുന്നത് അല്ലയോ? അതെ. അപ്പൊ എന്തൊരു വെച്ചാൽ ഒരു ചെറിയ കുഴപ്പവുമുണ്ട്, എന്നാൽ ഒരുമിച്ചാണ് താനും. ഇനി മിഥുനൻ രാശി എന്ന് പറഞ്ഞാൽ കണ്ടോ, ഒരുമിച്ച് നിന്നിട്ട് ഗുസ്തി ഇടുന്ന രാശി എന്ന് ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ? ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് വെച്ചേക്കണോ കളയണോ എന്ന് ചിന്തിച്ചോണ്ടിരിക്കേണ്ടി വരും. അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യില്ല, രണ്ടും ഒരു വീട്ടിൽ തന്നെ നിൽക്കും അല്ലേ? അത് ചിലപ്പോ ചില നേരത്ത് മാത്രം അത് നിൽക്കുന്ന ഭാവങ്ങൾ മോശപ്പെടുന്നു. ഇതിപ്പോ 8ലോ വല്ലോ ആയിരുന്നെങ്കിൽ ഇടിനാശവും വെള്ളപ്പൊക്കവും ഗുസ്തിയും ഗുലുമാലുമായിട്ട് മൊത്തം അലമ്പായേനെ. നിങ്ങൾ ഈ വിഷയം തന്നെ ഇപ്പൊ നല്ല സ്ഥലത്തായതുകൊണ്ട് ഇതെല്ലാം ഉണ്ട്, ഒരു സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കുടുംബ ജീവിതം ഉണ്ടെന്ന് പറയാം. അതൊരു 8ലോ 12ലോ 6ലോ മോശപ്പെട്ടിടത്തോ ഒക്കെ ആണെങ്കിൽ ഉദ്ദേശിച്ച് ഇങ്ങനെ ഇരിക്കൂല ഇപ്പൊ ഇവിടെ. ഇതിന്റെ ഇടയില് പുള്ളിക്കാരി വന്നു വെച്ചാൽ 10 ഇടിയും തൊഴിയും കൊടുത്തേച്ച് പോയിട്ടുണ്ടായിന്. അങ്ങനെയല്ല സാർ, ഇത് 7ാം ഭാവാധിപൻ 10 നിൽക്കുകയല്ലേ. എൻ്റെ അടുത്ത് നമ്മൾ പൊരുത്തം നോക്കിയപ്പോഴ് പറഞ്ഞ് ഇയാളുടെ ഭാര്യയ്ക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. ജോലി കിട്ടി വേറെ പോയി. ജോലി കിട്ടുന്ന ഭാര്യ ആയിരിക്കും എന്ന് പറഞ്ഞു. അതിപ്പോ 7ാം ഭാവാധിപൻ 10 നിന്ന് കഴിഞ്ഞാൽ ജോലി കിട്ടണമെന്നില്ല. വേറൊരു കാര്യം പ്രമാണമുണ്ട്, 7ാം ഭാവാധിപൻ 10 നിന്ന് കഴിഞ്ഞാൽ നാട് വിട്ടു പോകുന്നും പറയേണ്ടി വരും എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ നോക്കുന്നേ. അപ്പൊ അന്ന് കുറെ ടെസ്റ്റൊക്കെ എഴുതിച്ചായിരുന്നു, കൊണ്ടുപോയി തകർത്ത്. ജോലി കിട്ടിയാ? ജോലിയൊന്നും ആയില്ല, ജോലി കിട്ടിയില്ല. ഇവിടെ നിങ്ങളുടെ ഭാര്യയ്ക്ക് ജോലി കിട്ടത്തില്ലെന്ന് മാത്രമല്ല, സർക്കാർ ജോലി പ്രശ്നമാണ്. 1, 3, 7, 9 അതിന്റെ പുറകെ ഓടി നടക്കാനേ പറ്റുള്ളൂ എന്നാണ് ഡിഗ്രി പറയുന്നത്. മാത്രമല്ല ഒരു അല്പം രോഗം ബാധിക്കുന്ന വ്യക്തിയായിരിക്കും കൂടി പറയണമെന്നാണ് ഡിഗ്രി പറയുന്നത്. കുഴപ്പമില്ല. അപ്പൊ എന്താ വെച്ചാല് ഇവിടെ ഈ ഈ 7ാം ഭാവാധിപനും നമ്മുടെ 7ാം ഭാവത്തിന്റെ കാരകനും ഒരാളുടെ ജാതകത്തിൽ മോശപ്പെട്ട സ്ഥലങ്ങളിൽ പോയിരുന്നുവെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ 7ാം ഭാവാധിപൻ ഇവിടെ നിന്നു എന്ന് വിചാരിക്കും. വ്യാഴം 8ലല്ലേ ഇത്? ഉദാഹരണം 7ാം ഭാവാധിപൻ 8ൽ പോയി, ഗുരു. കാരകൻ ഇങ്ങനെ ലഗ്നത്തിൽ നീചനുമായി എന്ന് വിചാരിച്ചോ. ഓക്കെ, ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാവും. ഫാമിലി ലൈഫ് 100% പ്രോബ്ലം ഉണ്ടാവും. ഇതെപ്പം പ്രോബ്ലം ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8ാം ഭാവത്തിന്റെ കുജനാണ് തീരുമാനിക്കേണ്ടത് എപ്പം പ്രോബ്ലം ഉണ്ടാക്കണമെന്ന്. മനസ്സിലായോ? കാരണം അയാളുടെ വീട്ടിലാണ് പ്രോബ്ലം ഉണ്ടാകാൻ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി തിരിച്ചു നോക്കാം. അജേഷിന്റെ കല്യാണം നടന്ന കാര്യത്തിനകത്ത് നമ്മൾ മുമ്പേ ഏതൊക്കെ ഗ്രഹത്തിനെ പറഞ്ഞു? വ്യാഴത്തെ പറഞ്ഞു. അതുകൂടാതെ കേതുവിനും ശനിക്കും ശുക്രനും വ്യാഴത്തിനുമുള്ള സംബന്ധത്തെ കുറിച്ച് പറഞ്ഞു അല്ലേ? അജേഷിന്റെ കല്യാണം നടന്ന വർഷം പറയാവോ? 2005. 2000 മുതൽ 2016 വരെ ആരുടെ ദശയാണ്? വ്യാഴത്തിന്റെ. 2005 4/1/2005 മുതൽ 12/4/2007 വരെ ആരുടെ അപഹാരമാണ്? ബുധന്റെ. അപ്പോ ബുധൻ വിചാരിക്കാതെ കല്യാണം നടന്നോ? ഇവിടെ നടന്നോ?
ബുധനല്ലിയ കല്യാണത്തെ കൊടുത്തത്. അതെ 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 അതെ. ഡേറ്റ് ഒന്ന് 5/1. സാറേ ഡേറ്റ് എന്നാ കല്യാണം നടന്ന ഡേറ്റ്? ഓർമ്മയില്ല സാറേ. മാർച്ച് 20 എന്നാ എനിക്ക് തോന്നുന്നു. 2005 ഡേറ്റ് വേണ്ട, മാർച്ചിലാണോ? മാർച്ചിലെ. ഇങ്ങോട്ട് നോക്കിയേ. 4 2005 മുതൽ 1/5/2005 വരെ ബുധന്റെ ഛിദ്രം. മാർച്ച് മാസം എന്ന് പറയുമ്പോൾ ദേ ഇവിടെ നോക്കണം. ഏകദേശം 5/3 മുതൽ 12/3 വരെ. മാർച്ച് മാസം മൊത്തം ഇവിടെ ഇവിടെ വരെ ഉണ്ട്. 30/3 വരെ മാർച്ച്. അതായത് ഈ ശരിക്കും പറഞ്ഞാൽ ചന്ദ്രൻ, കുജൻ, രാഹു ഇതിനകത്ത് ഒരാളാണ് ഇദ്ദേഹത്തിനെ കല്യാണത്തെ കൊണ്ട് കൊടുത്ത ആള്. ഏറ്റവും ലാസ്റ്റിൽ കൊണ്ടുവന്ന ആള് അതാരായിരിക്കും നോക്കിയാ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ 7ാം ശനി എന്ന് പറയുന്ന ആളുടെ വീട്ടില. ശനി ഇവിടെ എവിടെയാ നിൽക്കുന്നത്? സൂര്യന്റെ വീട്ടിലാണ്. ശുക്രൻ, വ്യാഴം, കേതു എന്ന് പറയുന്ന ആള് വ്യാഴമാണ് അല്ലെ. അപ്പൊ ചന്ദ്രൻ, ഇദ്ദേഹത്തിന്റെ നക്ഷത്രം എന്തുവാണാവോ? ചിത്തിര നക്ഷത്രമാ. ചിത്തിര 2ാം പാദം. അപ്പൊ കുജൻ എന്ന് പറയുന്ന ആളിലൂടെ ആയിരിക്കണം വിവാഹം പണിഞ്ഞിട്ടുണ്ടാവേണ്ടത്. മനസ്സിലായോ? ഡേറ്റ് കണ്ടുപിടിക്കാമെങ്കിൽ കണ്ടുപിടിക്കുക കേട്ടോ. 20/3/2005 തോന്നിയത് കൊണ്ടായില്ല നമുക്ക്. അല്ല അവനെ മറക്കാൻ ശ്രമിക്കുന്ന ഒരു ദിവസം ഓർപ്പിക്കരുത്. അല്ല, അത് പകുതി മറന്നുപോയി. ഇല്ല, അവിടെ ഇല്ല. ഇവിടെ രാഹു എന്ന് പറയുന്ന ആളിന്റെ ഛിദ്രത്തിലാ വിവാഹം, സൂക്ഷ്മത്തിലാ വിവാഹം നടന്നത്. 12/3/2000 മാർച്ചിലല്ലേ പറഞ്ഞേ? അതെ അതെ, മാർച്ച് 20. മാർച്ച്. ഇവിടെ രാഹുവിന്റെ അംശകം എവിടെയാ? ദേ കണ്ട, കർക്കിടകത്തിൽ. കർക്കിടകത്തിൽ ആരുടെ കൂടെ? ബുധന്റെ കൂടെ. കുജൻ. കുജൻ വർഗോത്തമം ചെയ്തവനാണ്. ഈ കുജൻ എന്ത് ഇവിടെ ഒരു ബലമുണ്ടല്ലോ. അപ്പൊ എന്തോ ആയിക്കോട്ടെ. നീചനായ കുജൻ വർഗോത്തമം ചെയ്തിരിക്കുന്നു. ഏത് ഭാവത്തിൽ? 11. ലഗ്നാധിപന്റെ 11 അപ്പൊ ഞാൻ ചോദിക്കാം, നമുക്ക് തിരിച്ചു ചോദിക്കാം. ഇനി അജേഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് നിങ്ങൾ എല്ലാരും പറയണം, ഭൂമി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. 4ാം ഭാവമാണ് ഭൂമി. ഭൂമിയുടെ കാരകൻ കുജനാണ്. 4ാം ഭാവമാണ് ഭൂമി. ഭൂമിയുടെ കാരകൻ കുജനാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ റൂൾ പ്രകാരം ഭാവാധിപൻ, ഭാവം, കാരകൻ, ലഗ്നാധിപൻ. ഇവിടെ ലഗ്നാധിപനും 4ാം ഭാവ ലഗ്നാധിപൻ ബുധനാണ്. ബുധന് വ്യാഴവുമായിട്ട് ഇവിടെ ഒരു ബന്ധം ഉണ്ടോ ഇല്ലയോ? അപ്പം ലഗ്നാധിപന് ഭൂമി അനുഭവിക്കാൻ ഒരു ബന്ധം കൊടുത്തിരിക്കുകയല്ലേ? തയ്യാറായില്ലേ തുടക്കത്തിൽ തന്നെ? ഇല്ലേ? യെസ്, തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു ഭൂമി ഈ വ്യക്തിക്ക് അനുഭവിക്കാൻ യോഗമുണ്ട്. കാരണം വെച്ചാൽ ലഗ്നാധിപനായിരിക്കുന്ന ഗ്രഹം അവന്റെ വീട്ടിലേക്ക് ഭൂമി വന്നിരിക്കുകയാണ് അല്ലേ? അടുത്ത ചോദ്യം, ഭൂമിയുടെ കാരകനായിരിക്കുന്ന ഗ്രഹം നിൽക്കുന്നതും ഭൂമി കാരകൻ നിൽക്കുന്നതും വേറെ വേറെ വീടുകളിലാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഭൂമി കുജൻ എന്ന് പറയുന്ന ആള് വർഗോത്തമം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആര് പണിയെടുത്തില്ലല്ലോ അവൻ അവന്റെ പണി അങ്ങ് ചെയ്യും. കാരകൻ അപ്പൊ എന്ത് ചെയ്യും? പവർഫുൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. ആരുടെ വീട്ടിലാ? ചന്ദ്രന്റെ വീട്ടിലാ. ചന്ദ്രൻ ബുധന്റെ വീട്ടിൽ അംശിച്ചിട്ടും ഉണ്ട് ഇല്ലേ? ചന്ദ്രൻ ബുധന്റെ വീട്ടിൽ അംശിച്ചിട്ടുമുണ്ട്. അതും വർഗോത്തമാണ് സാറേ. ചന്ദ്രൻ വർഗോത്തമല്ലല്ലോ, ആണോ? ചിത്തിരയല്ലേ, കന്നിക്കൂറ്. അതില് ചന്ദ്രൻ കാണിക്കുന്നില്ല.
അയ്യോ, നിങ്ങളുടെ ചന്ദ്രനെ വാങ്ങിക്കുന്നില്ല ഇതിനകത്ത്. അത് സ്പേസ് ഇല്ലെന്ന് തോന്നുന്നു സാറേ. അയ്യോ, സോഫ്റ്റ്വെയർ കംപ്ലൈന്റ് ആണ്. ഉണ്ട്, ചന്ദ്രനുണ്ട്, ആ കുഴപ്പമില്ല. ആ അപ്പൊ ചന്ദ്രനും വർഗോത്തമാണ്, അപ്പൊ അയാളും മിടുക്കനാണ്. അപ്പൊ നോക്കി നിങ്ങൾ പറ, ഈ വ്യക്തിയുടെ പേരിൽ ഭൂമി വരാൻ യോഗമുണ്ടോ ഇല്ലയോ? ഉണ്ട് ഉണ്ട് സാർ. ഉണ്ട് ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഉണ്ട്. ഈ കാരകൻ ഒരിച്ചിരി നീചമായതുകൊണ്ട് വലിയ ഗുണമുള്ള ഭൂമി ആയിരിക്കുമോ അതോ വലിയ ഗുണം ഇല്ലാത്ത ഭൂമി ആയിരിക്കുമോ? പറ കുട്ടികളെ പറ. ഭൂമിയായിരിക്കും. ഏ വലിയ കുഴപ്പമില്ലാത്ത ഭൂമിയായിരിക്കും. ഭാവം 11 ആയതുകൊണ്ട് ഓക്കെ, എനിക്ക് ജസ്റ്റ് ഓക്കെ, അതിന് കുഴപ്പമില്ല. തെറ്റാ അവര് പറഞ്ഞു. ഗുണമില്ലാത്ത ഭൂമിയാണെന്നോ ഗുണമുള്ള ഭൂമിയെന്നോ? വില പറഞ്ഞ ഭൂമിയാ സാറേ. അതല്ല നോക്കണം. 11 സ്ഥലങ്ങൾ. ആണെങ്കിലും കുജന് നീചനാണ്. അപ്പൊ എന്താ ഞാൻ ജസ്റ്റ് ഓക്കെ എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. ഇതോ ഇത് നമുക്ക് കിടന്ന് പുറക്കാൻ കൊള്ളാം എന്ന് പറയാം. അതും മാറ്റണമെന്നുള്ള ചിന്താഗതിയിൽ ഇരിക്കുന്ന ഭൂമിയായിട്ട് മാറും. അതാണ് ഈ കുഴപ്പം. അതെ. 4-ാം ഭാവത്തിന് ഒരിക്കലും ഇഷ്ടപ്പെട്ട ഭാവമല്ല 11-ാം ഭാവം. 4-ാം ഭാവത്തിന് ഏറ്റവും കൂടുതലും ദോഷം ചെയ്യുന്ന ഭാവമാണ് 11. ആ 4-ാം ഭാവത്തിന് ഏറ്റവും കൂടുതലും ദോഷം ചെയ്യുന്ന ഭാവമാണ് 11-ാം ഭാവം. ഭൂമിക്ക് 11 നല്ലതല്ല. അതുകൊണ്ട് അത് മാറ്റണം, മാറ്റാൻ ശ്രമിക്കും, മാറ്റും, കുറെ നാള് കൊണ്ട് നടക്കും എന്നൊക്കെ പറയണം. മാറത്തില്ല സാറേ, വിറ്റ് പോകുന്നില്ല ഒന്നും. ഒന്നും വിറ്റ് പോകുന്നില്ല, വിൽക്കാൻ പറ്റുന്നില്ല. പറഞ്ഞാണോ? വിൽക്കണമെങ്കിൽ താങ്കൾക്ക് വിൽപ്പനാഭാവം 3. ആ 3ന്റെ ആള് നീചനായി പോയില്ലേ ലാഭസ്ഥാനത്ത്. അപ്പൊ ലാഭമില്ലാതെ വിൽക്കാൻ നോക്ക്, വിറ്റുപോകും എന്നാണ് അതിനർത്ഥം. മനസ്സിലായോ? ലാഭമില്ലാതെ വിൽക്കാൻ നോക്കണം എന്നേ പറയുന്നുള്ളൂ. വലിയ ലാഭം, തീരെ നഷ്ടത്തിൽ വിൽക്കണം. നഷ്ടത്തിൽ പോവില്ല, ലാഭമുണ്ട്. പക്ഷെ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഭൂമിയുടെ അപ്പുറത്ത് കിടക്കുന്നവന് 2 ലക്ഷം കിട്ടിയാൽ നിങ്ങൾക്ക് 1.5 ലക്ഷം കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു കോമ്പൻസേഷൻ മീൻസ് ഒരു അഡ്ജസ്റ്റ്മെന്റിന് വിധേയനാകേണ്ടി വരുമെന്നാണ് അതിനർത്ഥം. സാറേ കമ്മീഷൻ തരുമെന്ന് ചോദിക്കും, ഞങ്ങൾ വിട്ടു കൊടുക്കാം. കൃഷിയാ സാറേ, കൃഷി സ്ഥലങ്ങളാ. അതൊക്കെ നിങ്ങൾ പ്ലാറ്റ്ഫോം ഒരുക്കി തന്നത് ഞാനായതുകൊണ്ട് രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് 15,000 അടയ്ക്കണം. എന്തോ പരിഹാരമുണ്ട് സാറേ വിറ്റുപോകാൻ, ഈ ഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അത് വേറെ ഇത് വേറെ. ശരിയാ സാറേ, ബിസിനസ് പറയുമ്പോൾ ബിസിനസ് ആയിരിക്കണം അല്ലേ? അപ്പൊ ഇത് ശ്രദ്ധിച്ചു കേൾക്കൂ. ഇദ്ദേഹത്തിന് യോഗം, നമ്മൾ അനുഭവത്തിൽ വന്ന യോഗം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഭവത്തിലുണ്ടോ? ഒരാളുടെ പേരിൽ ഭൂമി ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പറയുന്നത് വലിയ പടുക്കമുള്ള പണിയാന്ന് വല്ലതും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ഇനി എന്ന് ഭൂമി കിട്ടി എന്ന് പറയാമോ? നമുക്ക് അതും കൂടി നോക്കാം. 4-ാം ഭാവാധിപനല്ലേ? 4-ാം ഭാവാധിപൻ വ്യാഴമാണ്. അപ്പം വ്യാഴം അറിയാതെ ഭൂമി കിട്ടി, പിന്നെ ശനി അറിയാതെ ബുധൻ അറിയാതെ ഭൂമി കിട്ടുവോ? ഭൂമി കിട്ടത്തില്ല. ശനി അറിയാതെ ഭൂമി കിട്ടുവോ? കിട്ടത്തില്ല. വിവാഹം കഴിഞ്ഞു കിട്ടിയ ഭൂമിയോ വിവാഹത്തിന് മുമ്പ് കിട്ടിയ ഭൂമിയോ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ ശുക്രന്റെ കൂടെയാണ് വ്യാഴം. ശുക്രന്റെ കൂടെ വ്യാഴം അംശിച്ചിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് കിട്ടിയ ഭൂമിയോ? വിവാഹം കഴിഞ്ഞിട്ട് കിട്ടിയതും ഉണ്ട്, വിവാഹത്തിന് മുമ്പ് കിട്ടിയതും ഉണ്ട്. അതിന് മുമ്പുള്ളത് കുടുംബം, നമ്മുടെ കുടുംബമേ ഉള്ളൂ. ബാക്കി വിവാഹ ശേഷം മേടിച്ചതല്ല. ഒരു അതായത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഭൂമി ആദ്യം കിട്ടിയ വർഷം പറയാമോ? ആദ്യം 2006, 2007 കാലഘട്ടം. നോക്കണം. 2006 ആയാലും 2007 ഏപ്രിലിന് മുമ്പ് കിട്ടിയിട്ടുണ്ട്. ബുധൻ അറിയാതെ കിട്ടിയോ? കല്യാണം കഴിഞ്ഞതിന് ശേഷം കിട്ടിയോ? കല്യാണം കഴിഞ്ഞതിന് ശേഷം
കല്യാണം കഴിഞ്ഞ് മേടിച്ചതാ. കല്യാണത്തിന് മുമ്പൊന്നും കിട്ടിയില്ലേ? കല്യാണത്തിന് മുമ്പ് വാങ്ങിയില്ല, കുടുംബം എഴുതി വെച്ചതേ ഉള്ളൂ. കുടുംബത്തിന്റെ പേരിലുള്ളത് താങ്കളുടെ പേരിൽ എഴുതി വെച്ചോ? ഇങ്ങനെ എന്തുവാ അച്ഛന്മാരെ എഴുതി വെക്കുമല്ലോ, വിൽപ്പത്രം അങ്ങനെ കണ്ട് എഴുതി വെച്ചിട്ടേ ഉള്ളൂ. കണ്ട, അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരു സ്വത്ത് നിങ്ങൾക്ക് കിട്ടൂല. അച്ഛൻ്റെ ഉള്ളൂ, അച്ഛൻ എഴുതി വെച്ചിരിക്കുക, ഇതായിട്ടില്ല, പ്രമാണമായിട്ടില്ല. ഇത് നിങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന സ്വത്താ, അതുകൊണ്ട് നിങ്ങൾക്കൊന്നും എടുക്കാനില്ല. ഉം. അതിനകത്ത് നിങ്ങൾ പൊറുക്കൂല. അത് പുറകത്തില്ല, വേറെ വീട് വെച്ച് ഞാൻ അത് വേണ്ടെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഇട്ടേക്കാം. അങ്ങനെ പറ, വിൽപ്പത്രമൊക്കെ അവിടെ ഇരുന്നോട്ടെ, എനിക്കതൊന്നും വേണ്ട. അച്ഛന്റെ കയ്യിൽ നിന്ന് സ്വത്തുക്കൾ വരാനുള്ള യോഗം നിങ്ങൾക്ക് ഇല്ലപ്പാ. ഉം. അത് വേറെ, ഇത് റേ, അത് വേ, ഇത് റേ. അത് വേറെ മേടിച്ച് വീട് വെച്ചത്. മതി, അത് കുഴപ്പമൊന്നുമില്ല, അത് കഥയൊന്നുമില്ല. ഇപ്പൊ എന്ന് വെച്ചാല് പൂർവിക സ്വത്തുക്കൾ വന്ന് അച്ഛൻ സമ്പാദിച്ച സ്വത്തുക്കൾ കൊണ്ടൊന്നും വളരാനുള്ള ആളല്ല ജ്യേഷ്ഠി. തയ്യാർജിത നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പൈസയോ എന്തെങ്കിലും പൈസയായിട്ട് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും അങ്ങനെ വല്ലതും മതി എന്ന് പറഞ്ഞ് ചെറിയ ലാഭമൊക്കെ ഉണ്ടാവും, അല്ല വേറെ കാര്യമൊന്നുമല്ല. അല്ലെ നിങ്ങളെ ഭൂമി മേടിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ എന്തെങ്കിലും സഹായമോ പൈസയോ അല്ല തരാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ചാൽ മതി. അങ്ങനെ തന്നിട്ടുണ്ട്. അല്ലാതെ അച്ഛന്റെ സ്വത്ത് വന്ന് കയറൂല പേരില്. അപ്പം പറഞ്ഞു നോക്കൂ. അപ്പം ബുധൻ അറിയാതെ അദ്ദേഹത്തിന് വല്ലതും കിട്ടിയോ? ബുധൻ അറിഞ്ഞാനായിട്ടോ? യെസ്. അപ്പൊ ഇതാണ് ജ്യോതിഷം. ഈവന്റ് ഡിക്ലെയർ ചെയ്യാൻ നമുക്ക് കഴിയണം. അപ്പൊ ഇനിയും ഇപ്പൊ അദ്ദേഹത്തിന് നടക്കുന്ന ശനിയാ, നോക്കണം. ശനിയുടെ വീട്ടില് 4-ാം ഭാവാധിപനായ വ്യാഴത്തിന് സംബന്ധമുണ്ടോ ഇല്ലയോ? അപ്പൊ ഉറപ്പായിട്ടും ആ ശനി പോയി ശുക്രന്റെ വീട്ടിൽ വംശിച്ചിട്ടുണ്ടല്ലേ. ശുക്രൻ എന്ന് പറയുന്ന ആള് ശനിയുടെ വീട്ടിലും വന്നു. അപ്പൊ ഉറപ്പിക്കാം, ഈ ശനി ദശയിലും ഇദ്ദേഹം ഭൂമി ഇടപാടുകൾ നടത്തും. അപ്പൊ 2016 മുതൽ 2035 വരെയുള്ള കാലയളവിൽ, 2016-2019 കാലയളവിൽ എന്തെങ്കിലും ഭൂമി ഇടപാട് നടത്തിയോ? അതൊക്കെ വാങ്ങിച്ചായിരുന്നു. തെളിവ് കിട്ടിയോ? ശനി അറിയാതെയും, അത് രണ്ടാമത് പിന്നെ പറയാണ്, അംശകത്തിൽ പറയാണ്, ഇവിടെയും ഞാൻ നിന്നെ ഭൂമി ഇടപാട് നടത്താൻ സഹായിക്കുന്നുണ്ടടാ എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഇതാണ് അതിന്റെ ഫല രീതി. നമുക്ക് ഒരാള് ജാതകം തന്നിട്ട്, സാർ എനിക്ക് എന്ന് ജോലി കിട്ടും സാർ എനിക്ക് എന്ന് കല്യാണം കഴിക്കാൻ പറ്റും സാർ എനിക്ക് എന്ന് ഭൂമി മേടിക്കാൻ പറ്റും സാർ, കട 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 നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടേ ഇരിക്കണം. അപ്പോ അതിനെ ആദ്യമേ യോഗമുണ്ടോ? ഇപ്പം ഭരണം വന്ന് ചോദിക്കത്തില്ലയോ, 21-ാമത്തെ വയസ്സിൽ മോളെ കെട്ടിച്ചില്ലേ പിന്നെ അങ്ങ് മൂത്ത് നരച്ച് പെരക്കകത്ത് നിന്ന് മുതുകളവിയായി പോകും എന്ന് പറയും. അവന്റെ കർമ്മ കുറ്റി അടിച്ചങ്ങ് തിരിക്കണം. ആദ്യം ചോദിക്കണം, ഫസ്റ്റ് ചോദ്യം, ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഈ പുരുഷന് വിവാഹ യോഗം ഉണ്ടോ ഇല്ലയോ? ഉണ്ട് അഥവാ ഇല്ല. ഉണ്ടായാൽ എപ്പോൾ, എപ്പോഴൊക്കെ, ഇതെല്ലാം ചിന്തിക്കണ്ടേ? വേണോ വേണ്ടേ? അത്രേ ഉള്ളൂ. സംശയം ചോദിച്ചോട്ടെ സാറേ? ചോദിക്കേ. ഈ 2019 എന്തോ ശനിയുടെ അപഹാരമല്ലേ കിടക്കുന്നത്? അതെ. അന്ന് വാങ്ങിയ ഭൂമി എനിക്ക് 2023 കൊടുക്കേണ്ടി വന്നു. അപ്പൊ അത് കേതു വന്നോണ്ടായിരിക്കും അല്ലേ? ഇല്ല, 2023 ഫെബ്രുവരിക്ക് ശേഷം കൊടുത്തോ? ഫെബ്രുവരിക്ക് മുമ്പാ കൊടുത്തത്. പെട്ടെന്ന് കൊടുക്കേണ്ടി വന്നു, കടം കയറി. 2023 ഫെബ്രുവരി, അതായത് കേതുവിന്റെ ഛിദ്രം അപഹാരം തുടങ്ങിയപ്പോഴല്ലേ? കേതു എവിടാ നിൽക്കുന്നേ? 7
ആരുടെ വീട്ടിലാ? മേടിച്ചത് മൊത്തം കൊടുത്തോ കുറച്ച് കൊടുത്തോ? മൊത്തം കൊടുത്തു. കുറച്ചേ ഉള്ളായിരുന്നു. തരിശു ഭൂമിയായിരുന്നോ? വെറുതെ കിടന്ന ഭൂമി, റോഡ് സൈഡ് ആയിരുന്നു. നിക്ക് നിക്ക് പെട്ടെന്ന് മേടിച്ച്. ദേ ഇവിടെ കേതു ശനിയുടെ വീട്ടിൽ അംശിച്ചിട്ടുണ്ട്. വ്യാഴവും ശനിയുടെ വീട്ടിൽ അംശിച്ചിട്ടുണ്ട്. കുജൻ എവിടെ? കുജൻ അംശകം ചെയ്തിരിക്കുന്ന ചന്ദ്രനാണ്. ചന്ദ്രന്റെ നക്ഷത്രം കുജനുമായിട്ട് ബന്ധം. കുജൻ എന്ത് ചെയ്തിരിക്കുന്നു? ചന്ദ്രനുമായിട്ട് ബന്ധമാണ്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ജാതക വിധി പ്രകാരം ഈ താങ്കളുടെ പേരിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന ഭൂമിയെല്ലാം വിറ്റുപോകും. വിറ്റാ മതിയായിരുന്നു. ലാഭം ഇല്ലായിരുന്നു. ഉറപ്പായിട്ടും വിറ്റുപോകും. നിങ്ങളുടെ ശുക്രവാരത്തിന്റെ സമയം കഴിയുമ്പോഴത്തേന് അതിനൊക്കെ നമുക്ക് മാറ്റം ഉണ്ടാവും. കുജൻ വിൽക്കുന്നില്ല. ഇപ്പൊ ശുക്രവാരം അല്ലേ സാറേ? ശനിയില് വിൽപ്പന നടത്താൻ ശനിയും കൂടി സപ്പോർട്ട് ചെയ്യണം. ശുക്രൻ സൂര്യനുമായിട്ട് ബന്ധം. അത് കഴിഞ്ഞാൽ സൂര്യൻ വരുന്നത് കുജനുമായിട്ട് ബന്ധം. ചന്ദ്രൻ വരുമ്പം കുജനുമായിട്ട് ബന്ധം. ചന്ദ്രൻ കൂടി പണിയെടുക്കണം. പതിനേഴ് 2/2026 25/4/2026 ഇടയിൽ വിറ്റുപോകാനുള്ള ബാധ്യതയുണ്ട്. വഴിപാട് ചെയ്താൽ പൊയ്ക്കോളൂ. 2026 17/2/2026 25/4/2026 ഇടയിൽ. ഓക്കെ. ഓക്കെ. ശനിയാണ് എപ്പോഴും നിങ്ങൾക്ക് വിൽപ്പിക്കാൻ സഹായിക്കുന്ന ഗ്രഹം. ശനിയും കേതു. വൈദ്യുതി നിത്യയോഗം. രവി അവയോഗിയ. ആർക്കെങ്കിലും പൈസ കൊടുത്താൽ കൊടുത്തത് തന്നെ, പോയ വഴിക്ക് അങ്ങ് പോകും. കറക്റ്റ് ആയത്. അപ്പൊ നമുക്ക് ഇനി എന്താണ് ബാക്കി? നിങ്ങക്ക് ഇതിൽ കൂടുതലൊക്കെ സാമ്പിളുകൾ വേണം ഇനി? ഇത്രയും ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ സാറേ? ഇത്രയും ഗ്രഹങ്ങൾ ഒരു രാശി നിൽക്കുന്നതുകൊണ്ട്, കന്നി രാശിയിൽ. കന്നി രാശിയിൽ നിൽക്കുന്നുണ്ടെന്ന് കുഴപ്പമില്ല. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കുഴപ്പം വരുന്നത്, വെയിറ്റ് പറഞ്ഞുതരാം. പുറത്തോട്ട് സൈഡ്, ലെഫ്റ്റ് സൈഡ് ഗ്രഹങ്ങളൊന്നും ഇല്ല. അതൊന്നും നോക്കണ്ട. നിങ്ങളുടെ ഏറ്റവും കൂടുതലും പണി തരുന്നവൻ രാഹു 21 ഡിഗ്രിയിലും ചന്ദ്രൻ 27. രാഹുവും ചന്ദ്രനും ഒരുമിച്ച് നിൽക്കുന്ന ജാതകമാണ്. അപ്പം ഭാര്യയെ അമ്മായി അമ്മയും കൂടെ ഒരുമിച്ച് നിർത്താൻ കൊള്ളത്തില്ല. മോൻ അമ്മയുടെ അടുത്ത് നിൽക്കണോ ഭാര്യയുടെ അടുത്ത് നിൽക്കണോ എന്നൊരു കൺഫ്യൂഷൻ ആയി പോകും. ലാസ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ മതി എന്ന് തീരുമാനിക്കേണ്ടി വരും. അല്ലെങ്കിൽ അമ്മയെ കൊണ്ട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഡിഗ്രിയിൽ കന്നിരാശി, ഇതോടൊപ്പം കന്നിരാശിയില്
കണ്ടോ? സൂര്യൻ കന്നി, ചന്ദ്രൻ കന്നി, ബുധൻ കന്നി, ശുക്രൻ കന്നി, സർപ്പി കന്നി, ഗുളികനും കന്നി. എന്ത് സാറേ ഇങ്ങനെ എല്ലാം കൂടെ ഒരിടത്ത്? സൂര്യചന്ദ്രന്മാര് 26-27 ഡിഗ്രിയിലാണ്. അപ്പൊ അമാവാസി. അതെ. ഓക്കെ. എല്ലാരിലും ഏറ്റവും അടുത്ത് നിൽക്കുന്നവൻ ബുധനാണ്. അപ്പം ലഗ്നാധിപനും കർമ്മസ്ഥാനാധിപതിയുമായ ബുധനാണ് ശരിക്കും രാഹുവിന്റെ പിടിയിലായിപ്പോയത്. മനസ്സിലായോ? അപ്പൊ ശരിക്കും ബന്ധുജനങ്ങളെ കൊണ്ടും തൊഴിൽ മേഖലയെ കൊണ്ടും ഉള്ള ഗുണസന്തോഷങ്ങൾ അനുഭവിക്കാൻ ഇത്തിരി കഷ്ടപ്പാടും ഉണ്ടാവും. വിദ്യാഭ്യാസം കൊണ്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് ഇതൊക്കെ പ്രശ്നങ്ങളായി മാറും. ശുക്രനും അവിടിച്ചൊരു പ്രശ്നമാണ്. അത് രാഹുവിനും ഇതിനകത്ത് പരിഹാരങ്ങൾ ചെയ്താൽ നേരെ ആവാനുള്ളതേ ഉള്ളൂ. ഹലോ, നിങ്ങൾ സാറേ, അപ്പോൾ അതിൽ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ 4 അതിലധികമോ ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ പ്രവൃത്തിയായോഗം പറയണമെന്ന് പറയുന്നുണ്ട്. സാറേ ഒരു മിനിറ്റ്. സാറേ ചോദിച്ചോ. അല്ല, ഒരു പ്രമാണം, അത് 4 അതിലധികമോ ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ അതിന് പ്രവൃത്തിയായോഗം പറയണമെന്ന് പറയുന്നുണ്ട്. പ്രവജ്ഞായോഗം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും വിചാരിക്കും സന്യാസ യോഗം എന്നാണ്. ഇവിടെ പ്രവജ്ഞ ഏത് വിധത്തിൽ വേണമെങ്കിലും വരാം. പൊതുവെ ഈ ഗ്രഹങ്ങൾ ഇങ്ങനെ ഒരു രാശിയിലേക്ക് വരുമ്പം അവിടെ ഗ്രഹയുദ്ധങ്ങൾ ഉണ്ടാവും. അതെ. ഈ ഗ്രഹയുദ്ധങ്ങൾ ഉണ്ടാകുമ്പോ ഞാൻ ഇവന് കൊടുക്കാം, അല്ലെ അവൻ ഇവന്, ഈ ആര് ഡെലിവറി ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരുത്തൻ ഡെലിവറി ചെയ്യാനിരിക്കുന്ന മറ്റവൻ ബ്ലോക്ക് ചെയ്യും. അപ്പം പൊതുവെ കിട്ടുമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ കിട്ടാതെ പോകുമ്പോൾ നിരാശ ബാധിക്കും. അത് നിരാശ ബാധിച്ചിട്ട് അതിനെ വിരക്തികാരകനായ ശനിയും കൂടി ദൃഷ്ടി ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഉപേക്ഷിച്ച് ഇനി എനിക്ക് പുല്ലൊന്നും വേണ്ട, ഞാൻ കുറച്ച് ഭക്തിയിലേക്ക് പോയേക്കാവെന്നും പറഞ്ഞ് ഒളിച്ചോടും. ഒളിച്ചോട്ടം മാത്രമാണ് സാധാരണപ്പെട്ട മനുഷ്യന്റെ പ്രവൃത്തിയായോഗം. അടിസ്ഥാനപരമായിട്ട് ഒളിച്ചോടുന്നവൻ അവന്റെ ചുറ്റും പ്രാരാബ്ധങ്ങളുടെ വലിയ ഒരു കൂമ്പാരം തന്നെ ഉണ്ടാവും. നേരെ മറിച്ച് നല്ല സുന്ദരമായ പ്രവജ്ഞ അനുഭവിക്കുന്നവൻ സമ്പന്നതയുടെ നടുവിൽ ജനിച്ച് എനിക്കിതൊന്നും വേണ്ടാന്നും പറഞ്ഞേച്ച് വെറുതെ കാട് തണ്ടി നടക്കും. ഇതായിരിക്കും സംഭവിക്കുക. പിന്നൊരു സംശയം കൂടെ ഉണ്ട്. ലഗ്നത്തിൽ ഗുളികൻ നിന്നാലേ ആയുസ്സിന് ഭംഗം ഉണ്ടാകുമെന്നൊരു പ്രമാണം കൂടെ പറയുന്നുണ്ട്. ഇല്ല, എന്റെ ലഗ്നത്തിൽ ഗുളികനുണ്ട്, ഞാൻ ഇപ്പോഴും ചത്തിട്ടില്ല. എന്റെ ലഗ്നത്തിലുണ്ട്, പക്ഷെ ഇത് വേറെ ഒരു പ്രമാണത്തിൽ കണ്ടതാ. ഒരിക്കലും ഇല്ല. ലഗ്നത്തിൽ ഗുളികൻ വന്നു നോക്കണം. ജ്യോതിഷപരമായിട്ട് ഈ ഗുളികനെ ഏറ്റവും കൂടുതലും പരിഗണിക്കുന്ന ജാതകത്തിലല്ല, പ്രശ്നത്തിലാണ്. ലഗ്നത്തിൽ ഗുളികൻ നിന്നാൽ പ്രശസ്തനാകുമെന്നും പറയും, അങ്ങനെയും പറയുന്നുണ്ട്. ഒന്നുമില്ല, എനിക്കറിയാവുന്ന ജാതകമുണ്ട്. ഇപ്പോഴും അയാൾ താമസിക്കുന്ന ആ കുക്കടമൂലയെന്ന് പോലും വെളിയിലോട്ട് ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കങ്ങനെയല്ല. ഞാൻ പത്രാധിപരായിരുന്നുകൊണ്ട് ലോകം മുഴുവൻ അറിയുന്നുണ്ട്. നല്ല കാര്യമാണ്. ഇപ്പൊ സ്വാഭാവിക ലഗ്നത്തിൽ ഗുളിക നിൽക്കുന്ന എല്ലാവരും അങ്ങനെയാവണമെന്ന് വെച്ചാൽ ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് ലഗ്നത്തിൽ ഗുളിക നിൽക്കുന്ന പലരും ഉണ്ടാവും. ഇപ്പൊ എന്നെ പലരും അറിയുന്നുണ്ട്. പിന്നെ ഗുളികന്റെ അംശകം എടുക്കണം, നോക്കൂ, എപ്പോഴും നോക്കൂ. ഗുളികൻ മാത്രമല്ല, അവന്റെ നക്ഷത്രം, അവന്റെ അംശകം, ഇതെല്ലാം പരിഗണിക്കണം സാർ. ഗുളികൻ നിന്നാ പെട്ടെന്ന് എത്തുവോ സാറേ? ഞാനും ഉണ്ട്. ഒരുപാട് പേരായി. പെട്ടെന്ന് ചത്തുപോകത്തില്ല.
ബോർഡറിലോട്ടാണുമ്പോ അതുകൊണ്ട് ചാവലൊന്നും എളുപ്പമല്ല. ചത്ത് ജീവിക്കും അല്ലേ സാറേ? അങ്ങനെയില്ലേ? ചത്തും മരണത്തെ മുന്നിൽ കാണുക എന്നുള്ള, മരിച്ചു ജീവിച്ചെന്നാണ് എൻ്റെ അമ്മ പറയുന്നത്. ആ ബലം വേണമെങ്കിൽ എടുക്കാം. മരണസന്ധികൾ വന്ന് കാണും അല്ലെങ്കിൽ അത് പക്ഷേ സി ഒരു കാര്യം ഞാൻ പറയാം, അത് ഗുളിക നിൽക്കുന്നത് കൊണ്ടല്ല. ഇപ്പോ നിങ്ങൾ ജനിച്ചത് തന്നെ നിങ്ങളുടെ നക്ഷത്രം തന്നെ കുജനാണ്, മനസ്സിലായില്ലേ? ജനിച്ചതേ ചിത്തിരയിലാണ്. നോക്കൂ, ആ ചിത്തിര നക്ഷത്രം എന്ന് പറഞ്ഞാൽ കുജൻ ജനിച്ച നക്ഷത്രം തന്നെ നിങ്ങളെ കൊല്ലേണ്ട ഗ്രഹമായ വ്യാഴത്തിന്റെ നക്ഷത്രത്തിൽ നിൽക്കുന്ന കുജനാണ്. അപ്പൊ ജന്മനാ തന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ തരാൻ അവിടെ തയ്യാറാണ്, പക്ഷെ കൊല്ലാൻ തയ്യാറല്ല. വ്യാഴം എന്ന് പറയുന്ന ആള് മിഥുനൻ രാശി നിൽക്കുമ്പോൾ മിഥുനൻ രാശി സംബന്ധമായിട്ടോ, കേതു നിൽക്കുന്ന മീനൻ രാശി സംബന്ധമായിട്ടോ ലങ്സ്, ശ്വാസകോശം, ജ്വരം, ഇമാതിരി സാധനങ്ങളിലൂടെയൊക്കെ കൊന്നേച്ച് തിരിച്ചു കൊണ്ടുവരും. ഞരമ്പാവാം, ഇതൊക്കെ അത് ഒന്നും ചാവില്ല. മനസ്സിലായോ? വേറെ പക്ഷെ അതെനിക്ക് രാഹുർ തുടങ്ങിയ സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു കൊച്ചില്. കുജദശയിലെ ജന്മല്ലേ? ചൊവ്വാദശയില് ചൊവ്വ തീർന്ന സമയത്ത് എങ്ങാണ്ടാണ് പ്രശ്നം ഉണ്ടായത്. 4 വയസ്സും 7 മാസവും ഒരു ദിവസം ആ സമയമായിരിക്കാം എടുത്തുകൊണ്ട് ഓടിയതൊക്കെ. കുജലെന്ന് പറഞ്ഞാൽ 7 വർഷമേ ഉള്ളൂ. അതിനകത്ത് 4 വർഷം നിങ്ങൾക്ക് കിട്ടിയല്ലോ. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കുജന്റെ ദശയിലെ പ്രശ്നം രാഹുവിന്റെ ദശയിലല്ല. രാഹുവിന്റെ ദശയിലും വരാം. രാഹുവിന്റെ ദശയിൽ അതിന്റെ തുടർച്ചകളുണ്ട്. എന്ന് വെച്ചാൽ രാഹു നിൽക്കുന്നതും കുജനെ സംബന്ധിക്കുന്ന ചന്ദ്രന്റെ നക്ഷത്രത്തിലല്ലേ. ശുക്രനിലൂടെ ഒരു 12 ചികിത്സാ വിഷയങ്ങളൊക്കെ ഉണ്ട്. രാഹുർ ദശയിൽ രാഹുവിന്റെ അപകാരം സമയമായിരിക്കാം. ചാവാനൊക്കെ എപ്പോഴും സമയം വേണം, ഇനിയും വേണം. 4 പ്രാവശ്യം ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഞാനിരിക്കുന്നു. അപ്പൊ ഗുളിയനുണ്ട്. ഒരു 4 പ്രാവശ്യം ഹൃദയ ശസ്ത്രക്രിയ പറഞ്ഞതുകൊണ്ട് പറഞ്ഞു തരാം. സാറിന്റെ സൂര്യൻ അവയോഗിയുമായിട്ട് ബന്ധപ്പെട്ട് ആ അവയോഗി യോഗിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാവും, അതുകൊണ്ടാണ് കൊല്ലാതെ വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. എത്ര ഡേറ്റ് പറഞ്ഞു? 5/1/1953. 53 സമയം 3:14 PM. 3:14 PM. ജനിച്ച സ്ഥലം ഹരിപ്പാട്. അപ്പൊ നക്ഷത്രം എന്തായിരുന്നു സാറേ? പൂരം, 2ാം പാദം. അപ്പൊ എന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് അവയോഗി എന്താണെന്ന് ഇവിടെ ആദ്യമേ അവയോഗിയെ കണ്ടുപിടിക്കണം. ഹൃദയ ശസ്ത്രക്രിയ, ഹൃദയ അറ്റാക്ക്, ഹാർട്ട് അറ്റാക്ക് അവയോഗി കൺഫേം ആയിട്ടും കൊടുക്കും എന്ന് പറയും. സൗഭാഗ്യ നിത്യയോഗത്തിൽ ജനിച്ച ആളാണ്. പൂരമാണല്ലോ വരുന്നത് സാർ. നക്ഷത്രം പൂരമാണ്. ഇവിടെ നോക്കിയമ്മേ, സൗഭാഗ്യ നിത്യയോഗം ഇവിടെ കണ്ടോ? ശുക്രൻ യോഗിയും വ്യാഴം അവയോഗിയുമാണ്. ഓക്കെ, അപ്പൊ സാറിന്റെ ലഗ്നം ഏതാണെന്ന് നോക്കണം. ഇടവ ലഗ്നാണ്. വ്യാഴം, അവയോഗിയായ വ്യാഴം 5ാം ഭാവത്തിൽ അംശിച്ചിട്ടുണ്ടോ ഇല്ലയോ? അംശകം മാത്രമാണുള്ളത്. ഇനി വ്യാഴത്തിന്റെ വീട്ടിലാണോ 5ാം ഭാവാധിപൻ നിൽക്കുന്നത്? അതായത് അവയോഗിയുടെ വീട്ടിലല്ലേ 5ാം ഭാവാധിപൻ നിൽക്കുന്നത്. ഹൃദയത്തിന്റെ കാരകനായ സൂര്യനും അവിടെ തന്നെ. അടുത്തത് കഴിഞ്ഞില്ല, ഇവിടേക്ക് വാ. സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം വ്യാഴത്തെ ബന്ധപ്പെട്ടേക്കുന്ന കണ്ടോ? സാറിന്റെ സൂര്യൻ വളരെ പവർഫുൾ ആണ് സാർ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സാറിന്റെ ജാതകത്തിലെ ഒരു ഗ്രഹവും സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ നക്ഷത്രത്തിൽ ഇരിക്കുന്നില്ല. മനസ്സിലായോ? 1, 5, 9 പവർഫുൾ. 1, 5, 9 പറഞ്ഞാൽ ഭക്തി അല്ലെങ്കിൽ സിദ്ധൻ എന്നൊക്കെയാ വിളിക്കാൻ പറ്റുക. അത് സൂര്യനായതുകൊണ്ട്
ഹൃദയം എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണ്. പക്ഷെ ഇരിക്കുന്ന നക്ഷത്രം ശുക്രന്റെ നക്ഷത്രമായി പോയി. ഉം. ഞാൻ എപ്പോഴും പറയുന്നത് സൂര്യൻ ഒരിക്കലും ഇഷ്ടമല്ലാത്ത ഒരു ഗ്രഹമാണ്. ഉം. എന്നാലും അതില് താങ്കളുടെ ലഗ്നത്തിന്റെ ഹോൾഡർ ആയതുകൊണ്ട് നിവർത്തികേട് കൊണ്ട് അവൻ ഇരുന്നേ പറ്റുള്ളൂ, ഞാൻ കൊല്ലത്തില്ല ജീവിപ്പിക്കും എന്നും പറഞ്ഞേച്ച് നടക്കുന്നവനാണ്. ഉം. ശനി നടന്നുകൊണ്ടിരിക്കുന്ന ദശ ശനി ദശയാ. അതെ അതെ. ശനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഗ്രഹമാണ് കുജൻ. ഉം. അങ്ങനെയൊക്കെ ചില കുഴപ്പങ്ങളുണ്ട്. ഉം. ഓക്കെ, തെളിവ് കിട്ടിയില്ലേ? ഓ യെസ്. 4-ാം ഭാവാധിപതിയായിരിക്കുന്ന ഗ്രഹം സൂര്യൻ നിൽക്കുന്നത് വ്യാഴത്തിന്റെ വീട്ടിൽ ബുധന്റെ കൂടെ. ഉം. സൂര്യൻ അംശിച്ചിരിക്കുന്നത് ശുക്രന്റെ വീട്ടിൽ. ബുധനും ശുക്രനും ഒരുമിച്ച് ബന്ധപ്പെട്ടു. അതായത് താങ്കൾക്ക് ഭൂമി കാര്യങ്ങളുടെ ഗുണങ്ങൾ വന്നു ചേരണമെങ്കിൽ ചന്ദ്രൻ, സൂര്യൻ, ബുധൻ, വ്യാഴം, മുഖ്യമായിട്ടും സൂര്യനും ബുധനും ശനിയും സംബന്ധപ്പെടണം. ഭൂമി വന്ന കാലഘട്ടം അറിയാവോ? ഭൂമി വന്നത് 95. രാഹുറിന്റെ ദശാകാലത്തില്. അതെ. രാഹുറിന്റെ ദശാകാലം എന്ന് പറയുമ്പോൾ നമ്മൾ ശനിയെ കുറിച്ച് ഇപ്പൊ പറഞ്ഞത് 93 മുതൽ 96 വരെ ശനിയുടെ ചിത്രമാണ്. ഉം. ശനി അറിയാതെ ഭൂമി വന്നോ? ഉം. വന്നില്ലല്ലോ. രാഹുല ശനി അല്ലേ? രാഹുലെ ശനി. രാഹുലെ ശനി എന്തുകൊണ്ട് വന്നു ചോദിച്ചാൽ രാഹു നിൽക്കുന്നത് എവിടെയാന്ന് നോക്കി കഴിഞ്ഞാൽ ശനിയുടെ വീട്ടിലെന്ന് പറയേണ്ടി വരും. ഉം. ഉം. അതെ. ആ രാഹു പോയി അംശിച്ചിരിക്കുന്നത് ചന്ദ്രന്റെ വീട്ടിലാണ്. ആ ചന്ദ്രനാണ് താങ്കൾക്ക് 4-ാം ഭാവത്തെ ബന്ധപ്പെട്ടവൻ. ഉം. ചന്ദ്രൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നോക്കണം, അവൻ നക്ഷത്രാധിപതി കൂടി അവൻ ശുക്രനിലൂടെ പണിയെടുക്കുന്നവനാ. അപ്പൊ 4-ൽ നിൽക്കുന്ന ചന്ദ്രൻ ശുക്രൻ വഴിയാണ് ഇതിനെ കൊണ്ടുവരുന്നത്. ഉം. ഇപ്പൊ ലഗ്നാധിപനായിരിക്കുന്ന ഗ്രഹം ശുക്രൻ അല്ലേ? അതെ. ഭൂമി കാരകനുമായിട്ട് സംബന്ധപ്പെട്ടില്ലേ? അതെ. 4-ാം ഭാവത്തിലേക്ക് നോക്കിയില്ലേ? ഉം. ഭൂമി ഉണ്ടോ? ഉണ്ടാവാനുള്ള യോഗം ഉണ്ടോ? ഉണ്ടല്ലോ. തെളിവ് കംപ്ലീറ്റ്. പ്ലെയിൻ കഴിഞ്ഞു. ബൈ 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 ബൈ. താങ്ക് യു. അപ്പോൾ ഒരെങ്കിലും ജാവത്തില്ല അല്ലേ? ആവണമെങ്കിൽ സാർ ബാധ പണിയെടുക്കണം. ബാധ, മാരകൻ, അവയോഗി. സാറിന് ബാധ എന്ന് പറയുന്നവനും മാരകൻ എന്ന് പറയുന്നവനും അവയോഗി എന്ന് പറയുന്നവരും എല്ലാം ഒരുമിച്ച് ഒരു ലൈനിൽ പണിയെടുക്കുമ്പോഴേ മരിക്കാൻ പറ്റൂ. ഞാനിപ്പോ പ്രതീക്ഷിച്ചിരിക്കുന്ന ശനിയല്ലേ? ശനിയിലെ കേതുവിന്റെ ഒരു അപഹാരം വരുന്ന സമയത്ത് ഇപ്പൊ ബുധന്റെ അപഹാരം നടന്നുകൊണ്ടിരിക്കുക. ശനി നിൽക്കുന്നത് കുജന്റെ നക്ഷത്രത്തിൽ. ഈ കുജൻ എന്ന് പറയുന്ന ആള് താങ്കൾക്ക് ഇവിടെ ബാധയോ മാരകനോ ഒന്നും അല്ല. ഉം. ശനി ബാധയുടെ ദശയാന്നുള്ളതേ ഉള്ളൂ. അയാള് ഡ്യൂട്ടിയിൽ വന്നിട്ടില്ല. ഡ്യൂട്ടി ചെയ്യുന്നവൻ ആരാ? ഡ്യൂട്ടി ചെയ്യുന്നവൻ കുജനും. ഇപ്പൊ ബുധന്റെ അപഹാരം നടക്കുന്നത് കൊണ്ട് സർജറിയും കാര്യങ്ങളും ഒക്കെ വരും. ഉണ്ട് തീരുമാനിച്ചിരിക്കുക. ഏതും ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കല്ലേ, തകർത്ത് പണിയെടുക്കാണ്. അതെ അതെ. പിന്നെ ഫെബ്രുവരിയിലൊന്ന് കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പം ഈ മാസം അവസാനത്തോടു കൂടി കാണും അടുത്ത. സാറിന് പണി വരണമെങ്കിൽ ഒരു കാര്യം നോക്കൂ, ബുധന്റെ ദശ വരണം. മാരകസ്ഥാനത്ത് നിൽക്കുന്ന ബുധൻ മാരകസ്ഥാനത്ത് നിൽക്കുന്ന കേതുവിന്റെ നക്ഷത്രത്തിൽ. കേതു ബാധയിൽ അംശിച്ചവൻ. ഇയാൾക്ക് കേതുവിനെ കൊല്ലാനുള്ള അവകാശമുള്ളൂ. അങ്ങനെ ചിന്തിക്കുമ്പോൾ കേതു ഇരിക്കുന്ന നക്ഷത്രാധിപൻ ബുധന്റെ മണ്ടയിലാണ്. അതായത് അടുത്ത ദശയിലേ മരിക്കാൻ പറ്റുള്ളൂ. അതിനു മുമ്പേ മരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇഷ്ടംപോലെ സമയം കിടക്കുക. ആയുസ് നീട്ടി തന്നെ. പരിഹാരമൊക്കെ ചെയ്ത് ചെലവ് കൂട്ടി തരണം. അതെ അതെ. ഇഡലി കമ്പനി ഉണ്ട് നമുക്ക്. കാലൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഹായ് സത്യേട്ടാ
അഞ്ചാറ് പ്രാവശ്യമായി ഇപ്പോ, 5-6 പ്രാവശ്യമായി. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഞാൻ അപ്പുറത്തടുത്ത് വന്നായിരുന്നു, പക്ഷെ അതും സത്യന ഇതും സത്യന മാറിപ്പോയി. നിങ്ങൾ ഡോക്ടർ സത്യനാന്നുള്ള ഒരു മനസ്സിലായില്ലേ? അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ. സാറ് 5-ാം ഭാവത്തിൽ ശനിയുണ്ട്. സാറിന്റെ 5-ാം ഭാവാധിപൻ ശനിയാണ്. അതെ, സ്ഥിരാത്തിലാ നിൽക്കുന്നത്. അതെ. ഈ ശനിയും കുജനും ജ്യോതിഷത്തിൽ വലിയ ആളൊന്നുമല്ല. ഈ ശനി ദശയിലാണ് സാർ ജ്യോതിഷം കാര്യമായിട്ട് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത്. അല്ല, രാഹുദശയില്. രാഹുൽ അല്ല, പഠിക്കാൻ തുടങ്ങിയത് എന്നാണ്? ഞാൻ പഠിക്കാൻ തുടങ്ങിയത് 75-ല് പാമിസ്ട്രി പഠിച്ചു. 75. ഒരു മിനിറ്റ്, നമ്മുടെ ഒരു റൂൾ ഉണ്ടല്ലോ. ചന്ദ്രൻ എന്ന് പറയുന്ന ആള് നിൽക്കുന്ന 75-ല്. ശനിയായിരുന്നു. 75 ഏപ്രിൽ മാസത്തിന് ശേഷം അല്ലേ? ഏപ്രിൽ ഏകദേശം ആ സമയമൊക്കെ ആയി കാണും. അതെ. ശരിയാ. ശനി എമ്മയുടെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സമയം. അപ്പൊ ശനി അപഹാരം. ശരി ശരി. അപ്പൊ എന്തായാലും സന്തോഷം. നമുക്ക് 2-3 ജാതകങ്ങളും പഠിപ്പിച്ചു തരുന്ന തെളിവുകളും ഒക്കെ നമുക്കെടുത്ത് ലൈവായിട്ട് പ്രയോഗിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾ ഇത് പ്രയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. പ്രയോഗിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ ചോദിക്കുമ്പോഴാണ് നമുക്ക് അതിനകത്ത് എന്തുകൊണ്ട് എന്ന് പഠിക്കാൻ പറ്റുക. ഇത് ഒരു, ഞാൻ പറഞ്ഞില്ലേ, 80%, 70% വരെ നമുക്ക് ഈ രാശി ചക്രത്തിൽ തന്നെ തീരും. അതിന് മുകളിൽ ഇപ്പൊ രാശിയിൽ നോക്കി അച്ഛന്റെ ഭൂമിയും സ്വത്തും കിട്ടത്തില്ലെന്നൊന്നും പറയാൻ പറ്റൂല. ഞാൻ അജേഷിയുടെ ജാതകത്തിൽ എന്താ പറഞ്ഞത്? അച്ഛന്റെ സ്വത്ത് അനുഭവിക്കാൻ യോഗമില്ല അയാൾക്ക്. അത് അയാൾ വേണ്ടാന്ന് പറഞ്ഞാലും വേണമെന്ന് പറഞ്ഞാലും ഇനി അച്ഛൻ മുന്നിൽ കൊണ്ട് കൊടുത്താലും ഉടനെ വിറ്റേച്ച് കാശെടുക്കും. അത്രേ ഉള്ളൂ. അത് വെച്ച് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് അയാൾക്ക് വളരാൻ പറ്റൂല. എങ്ങനെ ചിന്തിക്കണം? ചുമ്മാ ഇരുന്ന് ചിന്തിക്കണം. ആ, ഇതിങ്ങനെയാണ്, അതങ്ങനെയാണ്, നല്ലതും മോശവും എല്ലാം ജ്യോതിഷത്തിലൂടെ കാണാൻ നോക്കൂ. ഇതിങ്ങനെ ആയതുകൊണ്ട് ഇപ്പൊ സിനിമ കാണാനിരിക്കുമ്പം വില്ലൻ വരുമ്പോ ആഹാ 8-ാം ഭാവം ഒന്നല്ലോ, ഓക്കെ, ബോംബ് എറിയും. ആ, അത് ഊരിയപ്പോ പൊട്ടിത്തെറിച്ച് ഭീകരത ഉണ്ടാക്കിയപ്പോ രാഹു തണ്ണിയൊക്കെ അടിക്കും. ആ, രാഹു പണിയെടുക്കാൻ തുടങ്ങി. ഓക്കെ. സാറേ ID കാർഡ് സാറേ. ഡൺ. എല്ലാവരുടെയും റെഡിയാവും. അപ്പൊ അത്രയൊക്കെ ഉള്ളു തൽക്കാലം. ഇന്ന് പിരിയാൻ. ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ.